E20 ജനതാ പാർട്ടി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമാവുകയാണ്. CJPക്ക് പിന്നാലെ EJPയുടെ വരവ് കേന്ദ്ര സർക്കാരിന് തലവേദനയാകുന്നു. നിതിൻ ഗഡ്കരി ഇന്ന് മുംബൈ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതിൽ ഹൈക്കോടതി മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ അനുവാദവും കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കെതിരെയാണ് അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തുന്നതിനെതിരെ നിതിൻ ഗഡ്കരി കേന്ദ്രമന്ത്രി മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നത്. അതേസമയത്ത് തന്നെയാണ് EJP സോഷ്യൽ മീഡിയയിൽ വളരുന്നത്. നിതിൻ ഗഡ്കരിയുടെ രാജിയാണോ ഇവരുടെ ലക്ഷ്യം എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയവുമില്ല. ഗഡ്കരി രാജിവെക്കണം എന്ന ആവശ്യത്തിലേക്കാണ് പോകുന്നത്. E20 പെട്രോൾ രാജ്യത്ത് ഉപയോഗിക്കുന്നതിൽ നയം വ്യക്തമാക്കണം എന്നാണ് E20 ജനതാ പാർട്ടിയുടെ ആവശ്യം. തെരഞ്ഞെടുക്കുവാനുള്ള അവകാശം പൗരന് നൽകണം എന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. EJP നിതിൻ ഗഡ്കരിയെ വീഴ്ത്തുമോ? ഈ വിഷയമാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ശ്രീ MS വേണുഗോപാൽ, CJPക്ക് പിന്നാലെ EJPയുടെ ഈ വരവ് താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എഥനോൾ വിഷയം എന്ന് പറയുന്നത്, E20 പെട്രോൾ വിഷയം എന്ന് പറയുന്നത് നീറ്റ് വിഷയത്തേക്കാൾ കുറെ കൂടി ആളുകളെ ബാധിക്കുന്നതാണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാനേക്കാൾ എളുപ്പം ഇവർക്ക് വീഴ്ത്താൻ പറ്റുന്നത് ഗഡ്കരിയായിരിക്കും. തീർച്ചയായിട്ടും ഈ പ്രക്ഷോഭം ശക്തി പ്രാപിച്ചാൽ തീർച്ചയായും അത് കേന്ദ്ര സർക്കാരിനൊരു തലവേദനയാകും. ആ തലവേദന ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇതിൻ്റെ പിന്നിലുള്ളവർ പ്രവർത്തിക്കുന്നതെന്നുള്ളത് വ്യക്തമാണ്. ഈ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ രാജ്യത്ത് പെട്രോൾ മാത്രമല്ല, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്രത്തോളം മായമുണ്ട്. ക്യാൻസർ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഇവിടെ വ്യാപകമായി വിതരണം ചെയ്യുന്നു. എത്ര ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്, എത്ര ഡോക്ടർമാർ കരഞ്ഞിട്ടുണ്ട്. അതിന് ഭക്ഷ്യമന്ത്രി ഉടൻ തന്നെ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സെക്രട്ടേറിയറ്റ് വളഞ്ഞാൽ, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിനകത്ത് ചാടിക്കയറിയാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ 1,00,000 പേര് ചാടിക്കയറിയാൽ, ഇപ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുകയും ഭരണഘടന എന്ന പുസ്തകത്തിൽ മാത്രം ഉയർത്തിപ്പിടിക്കുകയും ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന റൂൾ ഓഫ് ലോ എന്ന് പറയുന്നതിന് ഒരു വിലയുമില്ല എന്ന് പറയുന്ന സാഹചര്യം ശരിയല്ല. ഇവിടെ മറ്റു ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് നിതിൻ ഗഡ്കരിയുടെ മകൻ നടത്തുന്ന കമ്പനി അതിൻ്റെ ഓഹരി വില കുതിച്ചുയരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ എഥനോൾ കലർത്തുന്നത് വഴി പെട്രോളിൽ ലാഭമുണ്ടാക്കിയത് നിതിൻ ഗഡ്കരിയുടെ കുടുംബമാണ്. ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. മാത്രമല്ല, ഈ എഥനോൾ നയത്തെ ആദ്യകാലം മുതൽ പിന്തുണയ്ക്കുന്നയാളായിരുന്നു നിതിൻ ഗഡ്കരി. അത് ഒരു ഓൾട്ടർനേറ്റീവ് എനർജി എന്ന രീതിയിലാണ് അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷേ വന്ന് എത്ര എഥനോളാണ് കലർത്തുന്നത് എന്നുള്ള കാര്യം ഉപഭോക്താവിന് മനസ്സിലായിരുന്നില്ല. കാരണം അവരെ അത് അറിയിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ഒളിച്ചുവെക്കൽ നടന്നിട്ടുണ്ട് അതിനകത്ത്, ശ്രീ MS വേണുഗോപാൽ. അതുകൊണ്ട് ഈ വാഹന ഉടമകൾക്ക്, വാഹനം ഉപയോഗിക്കുന്നവർക്ക് അത് ഒരാശങ്കയാണ്. ഇപ്പോൾ അങ്ങനെ ഒളിച്ചുവെക്കൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരേണ്ടത് ആവശ്യമാണ്. പക്ഷേ അതിന് ഈ നേരത്തെ പാറ്റകൾ നടത്തിയ പോലൊരു സമരം ഇനി ഈച്ചകൾ ആരംഭിക്കുകയാണെങ്കിൽ ആ ഈച്ചപ്പാറ്റ സമരമായി ഇത് പോയാൽ ഇന്ത്യയിൽ ആർക്കും ഒന്നിനും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. ഇപ്പോൾ കാറുകളെല്ലാം അല്ല ഓട്ടോറിക്ഷകളെല്ലാം കൂടെ റോഡിലിട്ടിട്ട് പണ്ട് ജർമ്മനി കണ്ട പോലെ കൂട്ടിയിട്ടിട്ട് ആളുകൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സമരത്തിലേക്കാണ് ഇത് പോകുന്നതെന്നാണ് ചിലർ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ രാജ്യം സ്തംഭിച്ചു പോകുന്ന അവസ്ഥ വരും. അപ്പോൾ അതിന് സർക്കാരുകൾ സുതാര്യമായിരിക്കണം. സർക്കാരുകൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യേണ്ടതാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പെട്രോൾ എന്ന് പറയുന്ന സാധനം ലോകത്തെ വലിയ ശക്തികൾക്ക് പോലും കിട്ടാത്ത അവസ്ഥയാണ്. ലോകത്തെ 20% പെട്രോൾ എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു ആൾട്ടർനേറ്റീവായിട്ടാണ് എഥനോൾ ഇപ്പോൾ വ്യാപകമായി പരീക്ഷിച്ചു വരുന്നത്. അതിൽ അപാകതകളുണ്ടെങ്കിൽ ആ അപാകതകൾ തിരുത്തേണ്ടത്. അപ്പോൾ താങ്കൾ E20 നയത്തെ അനുകൂലിക്കുകയാണ്, E20 ജനതാ പാർട്ടിയെ എതിർക്കുകയാണ്. രണ്ട് കാര്യങ്ങളാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, E20 ജനതാ പാർട്ടി എന്ന് പറഞ്ഞ് ഓരോ വിഷയത്തിന്, അപ്പോൾ ഭക്ഷ്യ വിഷബാധയ്ക്ക് ഒരു ജനതാ പാർട്ടി, ഓപ്പറേഷൻ തിയേറ്ററിൽ അപാകത ഉണ്ടാകുന്നതിന് വേറൊരു ജനതാ പാർട്ടി, ഇങ്ങനെ നമ്മൾ നീങ്ങിക്കൊണ്ട് പ്രക്ഷോഭങ്ങൾ നടത്തുകയാണെങ്കിൽ ഈ രാജ്യത്തെ പ്രക്ഷോഭങ്ങൾ നടത്താനേ സമയം കിട്ടുള്ളൂ. ഈ രാജ്യത്ത് നിന്നല്ല, അമേരിക്കയിൽ പോലും അല്ലെങ്കിൽ യൂറോപ്പിൽ പോലും പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുക, അതിന് സമാധാനപരമായ ഏത് പ്രകടനവും ഏത് സമരവും നടത്തുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അണ്ണാ ഹസാരയുടെ സമരവും ഈ പാറ്റകളുടെ സമരവുമായി ഉപമാനിക്കുന്നുണ്ട്. ഒരു കാരണവശാലും അതല്ല. അണ്ണാ ഹസാരയുടെ സമരം സമാധാനപരമായി നടത്തിയ സമരമാണ്. അതിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും പ്രധാനമന്ത്രിയുടെയോ പ്രസിഡന്റിൻ്റെയോ ഔദ്യോഗിക വ്യവസ്ഥയിൽ ഇടിച്ചു കയറാനോ ഇവിടുത്തെ സുപ്രീം കോടതിക്കകത്തേക്ക് ഇടിച്ചു കയറാനോ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഭരണഘടന എന്ന പുസ്തകമാണ് കേട്ടോ, അതിനകത്തെ മൂല്യങ്ങളല്ല, ഭരണഘടന വെറുതെ ഒരു
നോട്ട് ബുക്ക് പോലെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാം ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് സമർത്ഥിക്കുന്നത് ശരിയല്ല. അത് കേന്ദ്ര സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നിരുന്നു. കേന്ദ്ര സർക്കാർ അംഗീകരിക്കേണ്ടി വന്നു. അംഗീകരിക്കേണ്ടി വന്നു. പക്ഷേ സമരങ്ങൾ നടത്തുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ രീതിയിൽ സമരങ്ങൾ നടത്തിയാൽ തീർച്ചയായിട്ടും റൂൾ ഓഫ് ലോ നടപ്പിലാക്കാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ടാവും. അപ്പോൾ പിന്നെ രണ്ടുപേരും തമ്മിൽ ക്ലാഷ് ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കൈവിട്ടു പോകുന്ന സാഹചര്യങ്ങളിലേക്ക് ഉണ്ടാകും. നന്ദു, ഇപ്പോൾ ഈ എഥനോൾ നയം ഇത് പൂർണ്ണമായിട്ടും വിശദീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് നിതിൻ ഗഡ്കരി പ്രതിരോധത്തിലാകുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നവർ, ഇപ്പോൾ BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്നവർക്ക് പോലും ഈ ആശങ്കയുണ്ട്. ഇപ്പോൾ വാഹന നിർമ്മാതാക്കൾ എപ്പോഴും ഒരു കുഴപ്പവുമില്ല എന്നേ പറയുകയുള്ളൂ. പക്ഷേ E20 പെട്രോളാണ് ഞങ്ങൾ അടിച്ചിരുന്നത്, വാഹനങ്ങളിൽ അടിച്ചിരുന്നത് എന്ന കാര്യം ഇപ്പോൾ മനസ്സിലാക്കുകയാണ് ഇന്ത്യൻ ജനത. സ്വാഭാവികമാണ് അവരുടെ ആശങ്ക. അപ്പോൾ അതിൽ വ്യക്തത വരുത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതുണ്ടാവുന്നില്ല. മഞ്ജുഷ്, ഇതിനകത്ത് ഈ വിഷയത്തെ രണ്ടായി കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ E20 വിഷയം ഒരു രാഷ്ട്രീയ വിഷയമല്ല, അതൊരു ദേശീയ നയമാണ്. അത് നമ്മുടെ പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതം കുറയ്ക്കുക, പരിസ്ഥിതിക്കെതിരായിട്ടുള്ള ആഘാതം കുറയ്ക്കുക, അതിനോടൊപ്പം തന്നെ നമ്മുടെ വിദേശ നാണയ വിനിമയത്തിലെ അതിൻ്റെ തോത് കുറയ്ക്കുക, അതിനോടൊപ്പം ഇറക്കുമതി, ആ ഇറക്കുമതി നമ്മൾ വലിയ രീതിയിലുള്ള ഇറക്കുമതി നമ്മൾ ആശ്രയിക്കുമ്പോൾ അതിൻ്റേതായ ചില ദോഷവശങ്ങൾ നമ്മൾ ഈ സമീപ ഭാവിയിൽ തന്നെ കണ്ടു. ഇപ്പോൾ ഇറാൻ യുദ്ധം നടന്ന സമയത്ത് നമുക്ക് എനർജി ലഭ്യത, അതിപ്പോൾ ഗ്യാസ് ആയാലും ശരി, അതുപോലെ പെട്രോൾ ആയാലും ശരി, ഉണ്ടായിട്ടുള്ള ലഭ്യത കുറവ്, ഇത്തരം കാര്യങ്ങൾ വച്ചുകൊണ്ടുള്ള ഒരു ദേശീയ നയമാണ്. അപ്പോൾ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ അതിൽ എല്ലായ്പ്പോഴും നമുക്ക് പെട്രോളിനെയും ഡീസലിനെയും ആശ്രയിച്ച് അല്ലെങ്കിൽ ഗ്യാസിനെയും ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? എത്ര കാലം കൂടി നമുക്ക് ഇത്തരം സോഴ്സസിൽ നിന്ന് അത്തരം എനർജികൾ എടുക്കാൻ സാധിക്കും? അപ്പോൾ അതിന് പകരമായി ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള എനർജികൾ കൂടി നമ്മൾ കണ്ടെത്തേണ്ടതില്ലേ? ഈ ചോദ്യങ്ങൾക്കെല്ലാം രാജ്യം കണ്ടെത്തുന്ന മറുപടികളാണ് പല രീതിയിൽ. അതിപ്പോൾ ഇലക്ട്രിക് വെർഷനിലേക്ക് നമ്മൾ മാറുന്നതായാലും ശരി, അങ്ങനെയുള്ള ഒട്ടേറെ, ഇപ്പോൾ ഹൈഡ്രജൻ വെർഷനിലേക്ക് ഫ്യൂവലിലേക്ക് മാറുന്നതായാലും ശരി, അത്തരത്തിലുള്ള മാറ്റമൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇതിനകത്ത് E20യുമായി ബന്ധപ്പെട്ട് നമ്മൾ വരുന്ന സമയത്ത് ഇതൊരു പെട്ടെന്നെടുത്ത തീരുമാനമാണ് എന്ന് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നത് അത് അത്യന്തം തെറ്റായിട്ടുള്ള ഒരു പെട്ടെന്നെടുത്ത തീരുമാനമെന്നല്ല. 2002 മുതൽ ഈ നയത്തെക്കുറിച്ചുള്ള ആലോചനകൾ നടന്നിരുന്നു. 2014 പ്രധാനമന്ത്രി അധികാരത്തിലെത്തിയ ശേഷം ആ സമയത്ത് 1.5%. അതിങ്ങനെ പെട്ടെന്ന് വളർന്നു 2030ഓടെ E20യിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ പൊടുന്നനെ അതിൽ മാറ്റം വരികയും E20 പെട്ടെന്ന് അങ്ങ് നടപ്പാക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ. അത് മാത്രമല്ല, ഇത് ജനങ്ങളെ അറിയിച്ചിരുന്നില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നന്ദുവിന് അറിയാമായിരുന്നോ E20 പെട്രോളാണ് അടിക്കുന്നത്? എനിക്കറിയാമായിരുന്നു. കാരണം ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്കറിയാവുന്നത്. മറ്റുള്ളവർക്ക് പലർക്കും അറിയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അവിടെ ഞാൻ അതിനെ ഡിബേറ്റബിളായി തന്നെ വയ്ക്കുന്നു. അത് ഡിബേറ്റബിളായി തന്നെ നിൽക്കട്ടെ എന്നുള്ള ആശയമാണ് എനിക്കുള്ളത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഒരു പൊടുന്നനെ ഇത് എടുത്ത് പെരുമാറുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ച് ജനങ്ങളെ മുഴുവൻ ആശയക്കുഴപ്പത്തിൽ നിർത്തുന്നതിന് പകരം നമ്മൾ ഇതിനകത്തുള്ള സർക്കാർ തന്നെ ഔദ്യോഗികമായി പറഞ്ഞല്ലോ, ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുനർചിന്തനമോ അല്ലെങ്കിൽ ഈ നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ചർച്ചയ്ക്കും സർക്കാർ ഹോൾ ഹാർട്ടഡ്ലി വെൽക്കം ചെയ്യുകയാണ് നമ്മളെ. അപ്പോൾ നമുക്കുള്ള പ്രതിസന്ധികൾ, നമുക്കുള്ള എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ, അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായും സർക്കാരിൻ്റെ മുൻപിൽ വയ്ക്കാനുള്ള അവസരമുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ 2001 ആരംഭിച്ചിട്ടുള്ള 2001 2004 ഒക്കെ ആരംഭിച്ചിട്ടുള്ള ഈ പ്രവർത്തനം 2013 അതായത് UPA സർക്കാരിൻ്റെ കാലത്താണ് ഇതിനെ നോട്ടിഫൈ ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ഇത് ഏറെക്കാലം ഉപയോഗിക്കപ്പെടാതെ അല്ലെങ്കിൽ ഈ നയം ഉപയോഗിക്കപ്പെടാതിരിക്കുകയും അതിനുശേഷം 2018 ഈ നയം വളരെ കൃത്യമായി നരേന്ദ്രമോദി സർക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു ദേശീയ നയമായി, അത് ഞാൻ പറഞ്ഞല്ലോ പാരിസ്ഥിതികമായിട്ടുള്ള, അതുപോലെ നമ്മളെ കർഷകരെ സംരക്ഷിക്കാൻ ഉതകുന്ന രീതിയിൽ അത് അത്തരത്തിൽ അതിനെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഈ നയം ദേശീയ നയമായി തന്നെ മുന്നോട്ട് വരുന്നു, നമ്മുടെ എനർജി നയമായി തന്നെ മുന്നോട്ട് വരുന്നു. അതിനുശേഷം 2021 നീതി ആയോഗ് ഇതിനൊരു റോഡ് മാപ്പ് തീരുമാനിക്കുകയും ആ റോഡ് മാപ്പിലൂടെ നമ്മൾ വളരെ പെട്ടെന്ന് നടന്നു നീങ്ങാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിനകത്ത് ആത്യന്തികമായിട്ടുള്ള ഗുണഭോക്താക്കൾ ആര് എന്ന് ചോദിച്ചാൽ അത് രാജ്യത്തെ കർഷകരാണ് എന്നാണ് ഞാൻ ഇതിനെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം. കാരണം രാജ്യത്തെ കർഷകന്റെ വരുമാനം അത് ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതാണ്ട് ഞാൻ പറഞ്ഞോട്ടെ 1.66 ലക്ഷം കോടി നേരിട്ട് കർഷകർക്ക് വരുമാനം എന്നുള്ള നിലയ്ക്ക് എത്തുന്ന രീതിയിലാണ് ഈ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നതിൽ നമുക്കുണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള കുറവ്, ആ കുറവ് നമുക്ക് ഭാവിയിൽ സസ്റ്റെയിൻ ചെയ്യാൻ, നമ്മുടെ ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ധന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ഒതുങ്ങുന്ന രീതിയിൽ രാജ്യത്തെ പര്യാപ്തമാക്കുന്നു. അപ്പോൾ 3.16 ലക്ഷം മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയാണ് നമ്മൾ ഈ ഒരു എത്തനോളിൻ്റെ E20യുടെ വരവോടുകൂടി നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിച്ചത്. അതുപോലെ തന്നെ വിദേശ നാണയ ശേഖരം, താങ്കൾക്കും
എനിക്കും ഒക്കെ അറിയുന്നത് പോലെ തന്നെ രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരത്തിൽ അതൊക്കെ വലിയ ശരിയാണ്. രീതിയിലുള്ള ഒരു ക്രൂഡ് benefit ഓയിലിന്റെ അല്ല ഇറക്കുമതി ഞാൻ സമ്മതിക്കുന്നു ഉണ്ടായിട്ടുണ്ട്. വലിയ അതുവഴി അതിനെല്ലാം രാജ്യത്തിന് അപ്പുറം നേട്ടമുണ്ടായിട്ടുണ്ട്. നമ്മുടെ കർഷകർക്ക് നേട്ടമുണ്ടായിട്ടുണ്ട്. അതെ, ഇതൊക്കെ ശരിയാണ്. പക്ഷേ let me complete my point. കോടിക്കണക്കിന് വരുന്ന ഈ വാഹന ഓക്കെ, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അത് അപ്പോൾ നമ്മൾ പരിഹരിക്കാനായിട്ടില്ല. അത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ രാജ്യത്തിന്റെ പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ഏതാണ്ട് 1000 ലക്ഷം മെട്രിക് ടൺ കാർബൺ ഔട്ട്കം ഉള്ളതിനെ നമ്മൾ കുറച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ അത്തരത്തിൽ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് നമ്മൾ മാറാൻ വേണ്ടി ശ്രമിക്കും. സ്വാഭാവികമായിട്ടും അതിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ രാജ്യത്തെ പല ആൾക്കാർക്കും പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവാം. ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കേണ്ടത് സർക്കാരിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ് എന്ന ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ അതിനുവേണ്ടി ആ ഒരു ഒറ്റ പോയിന്റിൽ പിടിച്ചു നിന്നുകൊണ്ട് ആ ഒരു ഒറ്റ പോയിന്റിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ രാജ്യത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്കിനെ, രാജ്യത്തിൻ്റെ ഒരു കുതിപ്പിനെ നമ്മൾ തടസ്സപ്പെടുത്തുന്നത്, ഒരു പോയിന്റിൽ മാത്രം പിൻ ചെയ്ത് നിന്നുകൊണ്ട് തടസ്സപ്പെടുത്തുന്നത് ഒരു ശരിയായ ദിശയാണോ എന്ന് നമ്മൾ സ്വയം ആത്മപരിശോധന നടത്തണം. അതൊന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഈ പെട്രോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ. അപ്പോൾ ഈ വിഷയങ്ങളെയൊക്കെ സർക്കാർ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാണ്. സർക്കാർ ഈ വിഷയങ്ങളിൽ നിന്നും എല്ലാം തിരിഞ്ഞു നടക്കാൻ തയ്യാറാവുന്നില്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ ക്ലാരിറ്റി വരുത്തട്ടെ. ഇതിനകത്ത് ജനതാ പാർട്ടി വന്നതിന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർക്ക് കിട്ടിയ പിന്തുണ ഫോളോവേഴ്സും താങ്കൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഇതിൽ ആശങ്കയുള്ളവരുടെ പ്രതികരണമാണ്. ഇതിനകത്ത് ഞാൻ E20 ജനതാ പാർട്ടിയെ കോട്ട് ചെയ്തുകൊണ്ടല്ല ഞാൻ രാജ്യത്തോട് സംസാരിക്കുമ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാൻ തയ്യാറാണ്. അതിന് E20 ജനതാ പാർട്ടി അവരുടെ ആശയം പ്രചരിപ്പിക്കാനും അവരുടെ ആകാംക്ഷകളും അല്ലെങ്കിൽ അവരുടെ സംശയങ്ങളും ഒക്കെ ചോദിക്കാനുള്ള അവകാശം ജനാധിപത്യ ഭാരതത്തിനകത്തുണ്ട്. അതവർ ചെയ്തോട്ടെ, അതിലൊന്നും എനിക്ക് വിരോധമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇതിനകത്തേക്ക് താങ്കളുടെ ഇൻട്രോയിൽ അല്ലെങ്കിൽ താങ്കളുടെ കാർഡിലടക്കം എന്തിനാണ് നിതിൻ ഗഡ്കരിയെ പോയിന്റ് ചെയ്യുന്നത്? ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയം മന്ത്രാലയത്തിന്റെ മന്ത്രിയെ നിങ്ങൾ പറയുന്നതിൽ ന്യായമുണ്ടാവും. പക്ഷേ നിങ്ങൾ പറയുന്നതിൽ ഒരു പ്രശ്നം കൂടി, ഒരു സാങ്കേതിക പ്രശ്നം. താങ്കൾ പറയുന്നത് 2030 ഇത് ആപ്ലിക്കബിൾ ആവേണ്ടിയിരുന്നത് എന്നുള്ള നിലയിലാണ് റോഡ് മാപ്പ് തയ്യാറാക്കിയത്. അതെ, പൂർണ്ണ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് താങ്കൾ ഇപ്പോൾ E25 ആണ് പൂർണ്ണ ലക്ഷ്യത്തിലേക്ക്. പക്ഷേ E25 തൽക്കാലം ഇല്ല എന്ന് ഹർദീപ് സിംഗ് പുരി പെട്രോളിയം മന്ത്രി പറഞ്ഞിട്ടുമുണ്ട്. അതെ, അപ്പോൾ ഇതിനകത്ത് ഒരു മാധ്യമങ്ങളുടെ ഇടയിൽ നിന്നുള്ളൊരു അല്ലെങ്കിൽ ചില ആളുകൾ ഇതിനകത്തൊരു സംശയം അല്ലെങ്കിൽ ജനങ്ങളെ ഒന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഒരു പോളിസിക്കെതിരായി ജനങ്ങളെ അണിനിരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊപ്പഗണ്ട നടത്തുന്നുണ്ട്. ആ നടത്തുന്ന പ്രൊപ്പഗണ്ട ഈ രാജ്യത്തിൻ്റെ വികസനത്തിനെതിരാണ് എന്നുള്ള സ്റ്റാൻഡാണ് എനിക്കുള്ളത്. അതിനോടൊപ്പം ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിലേക്ക് നേരത്തെ എത്തിപ്പോയി എന്നുള്ളത് ഒരു വലിയ തെറ്റാണ്, അക്ഷന്തവ്യമായ അപരാധമാണ് എന്നൊക്കെ പറയുന്നത് അതൊരു നല്ല രാഷ്ട്രീയ ലക്ഷ്യമല്ല. ഗഡ്കരിയെ പോയിന്റ് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് ജനതാ പാർട്ടി ഗഡ്കരിയെ പോയിന്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഈ പ്രക്ഷോഭത്തിന്റെ തുടക്കം എന്ന് തന്നെ പറയാം. കാരണം സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ ആദ്യം വളർത്തിയെടുക്കുന്നു, പിന്നെ അത് പതുക്കെ തെരുവിലേക്ക് നീങ്ങുന്നു, അതൊരു പ്രക്ഷോഭത്തിന്റെ രൂപം കൈക്കൊള്ളുന്നു. ഇതാണല്ലോ CJPയുടെ കാര്യത്തിൽ കണ്ടതും പ്രധാന രാജിയിലേക്ക് നീങ്ങിയതും. താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ ഇവിടെ E20 ജനതാ പാർട്ടിയുടെ ഈ ലക്ഷ്യങ്ങളെ? ശ്രീ മഞ്ജുഷ്, പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് വളരെ നോബിളായിട്ടുള്ള ഒരു കോസ് അല്ലെങ്കിൽ വലിയ ആശയക്കുഴപ്പം സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു കോസുമായി ബന്ധപ്പെട്ട് ആ ആശങ്കകൾ മുന്നോട്ട് വയ്ക്കുക, അതിനെ പ്രതിഷേധിക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റുക, CJPയുടെ പാത പിന്തുടർന്ന് കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു ഡയലോഗിലേക്ക് കൊണ്ടുപോവുക, എന്നാൽ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം നടത്തുക എന്നുള്ളതിന് പൂർണ്ണമായിട്ട് അത് E20 ജനതാ പാർട്ടിയാണെങ്കിലും നിലവിലെ പ്രതിപക്ഷ കക്ഷികളാണെങ്കിലും എല്ലാവർക്കും സ്വാതന്ത്ര്യവും അവസരവും നമ്മുടെ ജനാധിപത്യത്തിൽ ഉണ്ടാകണം എന്നുള്ള പക്ഷമാണ് എനിക്കുള്ളത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥിരമായിട്ടുള്ള സ്ഥായിയായിട്ടുള്ള ഒരു പോരായ്മയുണ്ട്. ആ പോരായ്മ നമ്മൾ പണ്ട് മുതൽ കാണുന്നതാണ്. ഉദാഹരണത്തിന് ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അതുകൊണ്ട് സാധാരണക്കാർക്കുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ് എന്നതിനെക്കുറിച്ചോ ആൾക്കാരെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് അത് പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ, GST ഇംപ്ലിമെന്റേഷൻ വന്നപ്പോൾ, കർഷക നിയമങ്ങൾ വന്നപ്പോൾ, ആർട്ടിക്കിൾ 370 അബ്രോഗേഷൻ വന്നപ്പോൾ, ഇപ്പോൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടു. അതായത് ഇതിൻ്റെ ഒരു ഇംപ്ലിമെന്റേഷൻ പാർട്ട് അവരങ്ങ് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് എന്തിന് ഇത് കൊണ്ടുവരുന്നു, ഇത് ആർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ്, എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് വിശദീകരിക്കാൻ പലപ്പോഴും കേന്ദ്ര സർക്കാർ പരാജയപ്പെടുന്നുണ്ട്, BJPയും പരാജയപ്പെടുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് E20യിലേക്കും വന്നിട്ടുണ്ട്. ഇതിലുണ്ടാകുന്ന ജെന്യുവിനായിട്ടുള്ള കുറേയധികം കൺസേൺസ് ഉണ്ട്. ഇപ്പോൾ ഒന്നാമത്, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്തിന് അവൻ E20 പെട്രോൾ സ്വീകരിക്കണം എന്നുള്ള ഒരു ചോദ്യത്തിന് ആദ്യം സർക്കാർ മറുപടി പറയണം. കാരണം അവന് പ്രത്യേകിച്ച് ഇതുകൊണ്ട് ഡയറക്റ്റ്ലി ഒരു ബെനിഫിറ്റും ഇല്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രൈസ് ബെനിഫിറ്റ് അതിൽ കിട്ടുന്നില്ല. ഇപ്പോൾ 2021 നീതി ആയോഗിന്റെ റെക്കമെൻഡേഷൻ നോക്കിക്കഴിഞ്ഞാൽ ബ്ലെൻഡഡ് ഫ്യൂവലിന്റെ പ്രൈസ് ചീപ്പ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ ഉള്ള പ്യുവർ പെട്രോളിനേക്കാൾ E20യിലേക്ക് വരുന്ന സമയത്ത് ബ്ലെൻഡഡ് പെട്രോളിന്റെ പ്രൈസ് കുറവായിരിക്കണം. നിലവിൽ അങ്ങനെയാണോ? അല്ല. 2,
ബ്ലെൻഡഡ് പെട്രോളിന് സ്വമേധയ അല്ലെങ്കിൽ അതിന്റെ സ്വതവേ പ്രൈസ് കുറവല്ല എങ്കിൽ അത് ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. നിലവിൽ അങ്ങനെ ഒരു കമ്പോണന്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടോ? എത്തനോൾ ആയതുകൊണ്ട് എത്തനോളിന്റെ 20% എത്തനോൾ മിക്സ് ചെയ്യുന്നത് കൊണ്ട് ഇത്രത്തോളം ടാക്സ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ മൈലേജ് ലോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ് എന്നുള്ളതിന് പഠനങ്ങളുണ്ട്. അതിനെ നീതി ആയോഗ് അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൈലേജ് ലോസിനെ ഓഫ്സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ് അതിലേക്ക് ആഡ് ചെയ്യണം എന്ന് നീതി ആയോഗ് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞത് 5 വർഷം മുമ്പാണ്. പക്ഷെ നാളെ ഇത്രയും കഴിഞ്ഞതിന് ശേഷവും ഈ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ നിലവിൽ ഇത്തരത്തിലുള്ള ഒരു ഇംപ്ലിമെന്റേഷനും അതിലുണ്ടായിട്ടില്ല. അപ്പോൾ മൈക്രോ എക്കണോമിക് ബെനിഫിറ്റ്, അതായത് ഞാൻ കൊണ്ടുപോയി പണം കൊടുത്ത് E20 പെട്രോൾ അടിക്കുന്ന സമയത്ത് എനിക്ക് പ്രൈസിൽ ബെനിഫിറ്റ് ഇല്ല, എനിക്ക് മറ്റേതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ബെനിഫിറ്റ് അതിലില്ല. പിന്നെ ഈ ബെനിഫിറ്റ് എവിടെയാണ്? ആ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്കാണ്. അപ്പൊ അതും വിശദീകരിക്കാനായിട്ട് പറ്റുന്നില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ BJPയുടെ പ്രതിനിധി പറഞ്ഞത് എന്താണ്? അതിൽ ഗുണമുണ്ട്, ഫോറക്സ് സേവിങ്സ് ഉണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയതാണ്. അതേപോലെ അതിൽ എല്ലാവർക്കും നേഷൻ വൈഡ് അത് റോൾ ഔട്ട് ചെയ്യുകയാണ് എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം റിസർച്ച് നടത്തിയത് കൊണ്ടാണ് എല്ലാവർക്കും ആ അറിവ് അതിൽ ഉണ്ടാകണമെന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഈ പ്രോബ്ലം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് എല്ലാവരെയും കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതിന്, എല്ലാവർക്കും കൃത്യമായ ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് ഇവർക്ക് കഴിയുന്നില്ല. വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ചില കാര്യങ്ങളുണ്ട് മാക്രോ എക്കണോമിക് ലെവലിൽ. ഇപ്പോൾ ക്രൂഡ് പ്രൈസ് ഷോക്കുകളെ തടയുന്നതിന് വേണ്ടിയിട്ട്, റുപ്പി ഡിപ്രീസിയേഷനെ തടയുന്നതിന് വേണ്ടിയിട്ട്, ഇമ്പോർട്ട്സിനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യുന്നതിന്, എനർജി സെക്യൂരിറ്റിയും സ്റ്റോക്ക് ലഭ്യതയും ഉറപ്പുവരുത്തുന്നതിന്, കാർബൺ എമിഷൻസ് കുറയ്ക്കാനൊക്കെ തന്നെ ഗുണമുണ്ട് എന്ന് പറയാം. പക്ഷേ ഇതെല്ലാം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ 110 രൂപ അല്ലെങ്കിൽ 113 രൂപ കൊടുത്ത് അടിക്കുന്ന സമയത്ത് നമ്മളുടെ മൈലേജ് കുറയുന്നു, നമുക്ക് 20% ബ്ലെൻഡഡ് ആയിട്ടുള്ള ഓയിലാണ് കിട്ടുന്നത്, ഫ്യൂവലാണ് കിട്ടുന്നത്. അതല്ലാതെ നമുക്ക് നേരിട്ട് ബെനിഫിറ്റ് പറഞ്ഞിരിക്കുന്നത് കിട്ടുന്നില്ല എന്നുള്ള ഒരു വസ്തുതയുടെ ഒരു റിയാലിറ്റി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. 2, നമ്മളിപ്പോൾ ഈ കാർബൺ എമിഷനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് പോലും ഇതുമായി ബന്ധപ്പെട്ട് വാട്ടർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇറിഗേഷനാണ്. ഇപ്പോൾ മെയ്സിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഈ എന്താണ് ഷുഗർ കെയിനിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഉള്ളത് എന്നതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഏറെക്കുറെ ഇപ്പോൾ അറിയാവുന്ന ഒരു കാര്യമാണ്. തന്നെയുമല്ല ഇതിന്റെ ക്രിട്ടിക്സ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം, അത് സയന്റിഫിക്കലി തെറ്റാണ് എങ്കിൽ തെറ്റാണെന്ന് ഔദ്യോഗികമായിട്ട് സർക്കാർ പറയണം. അത് അവർക്ക് കഴിയുന്നില്ല. അതായത് 1 ലിറ്റർ എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം കാർഷിക വിളകൾക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് 10,000 ലിറ്ററോളം വെള്ളം ചെലവാക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്. അത് അഡ്രസ്സ് ചെയ്യുന്നില്ല. അതേപോലെ ഇത്ര വ്യാപകമായിട്ട് നമുക്ക് സർപ്ലസ് ആണ്, പിന്നെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ഫുഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള അതിൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഫ്യൂവൽ ക്രോപ്പിലേക്കൊക്കെ പോകാമെന്ന് പറയുമ്പോഴും അതിന് വേണ്ടുന്ന ഫെർട്ടിലൈസർ യൂസേജ് ഉണ്ട്. അപ്പൊ നമുക്കിതിൽ പറയുന്ന ആക്ച്വൽ ഒരു കാർബൺ കേന്ദ്ര സർക്കാർ പറയുന്നത് ഇപ്പോൾ അന്നദാതാക്കൾ മാത്രമല്ല ഊർജ്ജദാതാക്കൾ കൂടിയായി മാറി ഇന്ത്യൻ കർഷകർ എന്നാണ്. അത് മാത്രമല്ല കർഷകർക്ക് ഗുണമുണ്ടാകുന്ന കാര്യം എന്നുള്ള അവകാശവാദം വരുന്നു. ഇതൊക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ പൊതുവായ ന്യായവാദം. ഇവിടെ നന്ദുവും അക്കാര്യം സൂചിപ്പിച്ചിരുന്നു. മഞ്ജുഷ്, അത് പിന്നെ സാങ്കേതികമായിട്ട് ഇതൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഓൺ ദ ഗ്രൗണ്ട് ഇതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മളിൽ ഓരോ ആൾക്കാരെയും സംബന്ധിച്ചിടത്തോളം എൻ്റെ വെഹിക്കിൾ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ റബ്ബർ ഹോസിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കോട്ടെ, അതിൻ്റെ ഫ്യൂവൽ ലൈനിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കോട്ടെ, അതിൻ്റെ ഗ്യാസ്കറ്റിന് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, അതിൻ്റെ സീലിന് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, പക്ഷെ കർഷകർക്ക് ലാഭം കിട്ടിയാൽ മതി, എൻ്റെ മൈലേജ് കുറഞ്ഞോട്ടെ എന്ന് കരുതിക്കൊണ്ട് ഞാൻ പൈസ കൊടുക്കുമോ? അപ്പോൾ അത് സാധാരണക്കാരോട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ബെനിഫിറ്റ് അല്ല. അവിടെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കർഷകന് വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നീ നിന്റെ വെഹിക്കിളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ സഹിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഫ്യൂൽ പമ്പിന്റെ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ കർഷകർ മാറ്റിവെച്ച് തരുമോ? എൻ്റെ വണ്ടി എവിടെയെങ്കിലും വെച്ച് സ്റ്റോൾ ആയി പോയി കഴിഞ്ഞാൽ കർഷകരത് മാറ്റിവെച്ച് തരുമോ? തന്നെയുമല്ല, ഇവിടുത്തെ ഒരു റിയാലിറ്റി ഗ്രൗണ്ട് പ്രശ്നമുണ്ട്. അതായത് നമ്മുടെ നാട്ടിലുള്ള ഏതാണ്ട് 20% വാഹനങ്ങൾ മാത്രമേ E20 കംപ്ലൈന്റ് ആയിട്ടുള്ളൂ കഴിഞ്ഞ 15 വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിൽ. എല്ലാ വാഹനങ്ങളും അല്ല, കഴിഞ്ഞ 15 വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന വാഹനങ്ങളെ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 20% മാത്രമേ ഈ എഫിഷ്യൻസി ഉള്ളൂ, അല്ലെങ്കിൽ ഇതിന്റെ E20 കംപ്ലൈന്റ് ആയിട്ടുള്ളൂ എന്നുള്ള ഒരു വസ്തുതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മാർക്കറ്റിൽ എങ്ങനെ ഇത് കൊണ്ടുവരേണ്ടത്? ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കുഴപ്പമൊന്നും ഇല്ല എന്ന്. കാരണം അവർ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തെ നിൽക്കുകയുള്ളൂ ഈ വിഷയത്തിൽ. അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നത് സാധാരണ ജനങ്ങളാണ്, ഈ വാഹന ഉടമകളാണ്. മഞ്ജുഷ, എൻ്റെ കാര്യം ഞാൻ പറയാം. എൻ്റെ വാഹനം അധികം പഴക്കമുള്ളതല്ല, പുതിയ വണ്ടിയാണ്. റിലേറ്റീവ്ലി ഒരു 2 വർഷം കഴിഞ്ഞതേ ഉള്ളത് എടുത്തിട്ട്. എന്നാലും ഇതിലൊരു ഉറപ്പ് വേണമല്ലോ എന്ന് കരുതി ഞാൻ അതിൻ്റെ ഡീലർഷിപ്പിൽ, അതിൻ്റെ സർവീസിലോ ഒക്കെ ചോദിക്കുന്നു. എന്നിട്ട് അവസാനം അതിൻ്റെ സെൻട്രലൈസ്ഡ് കസ്റ്റമർ കെയറിൽ ചോദിക്കുന്നു. എന്നിട്ട് അവസാനം അവർ എന്നെ ഫോണിൽ വിളിച്ചിട്ട് E20 കംപ്ലൈന്റ് ആണ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു അവരോട് എനിക്ക് റിട്ടേൺ ആയിട്ടുള്ള ഇമെയിൽ വേണം, അതെൻ്റെ വാറണ്ടി എഫക്റ്റ് ഇല്ല
എന്നതുമായി ബന്ധപ്പെട്ട ഇമെയിൽ വേണം എന്ന് പറയുന്ന സമയത്ത് ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് എനിക്ക് അവർ ആ ഇമെയിൽ അയച്ചു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാകുന്നത് എന്തിനാണ്? കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്റെ വെഹിക്കിളിന് അത് എങ്ങനെയെന്നറിയോ, വെഹിക്കിളിന്റെ ഷാസി നമ്പർ കൊടുത്തിട്ടാണ്, വെഹിക്കിളിന്റെ രജിസ്ട്രേഷൻ നമ്പറും ഷാസി നമ്പറും കൊടുത്ത് അവരുടെ റെക്കോർഡ്സ് വെരിഫൈ ചെയ്തിട്ട് ഏത് വർഷമാണ് മാനുഫാക്ചറിങ് എന്ന് നോക്കിയതിനു ശേഷം കൺഫേം ചെയ്യാണ്. അപ്പോൾ എല്ലാ ഇത് ചെയ്യേണ്ടി വരും. ഇതൊക്കെ അല്ല, ഞാൻ അവിടെയാ പറയുന്നത് സർക്കാരിന്റെ അവിടുത്തെ റോൾ എന്താണ്, മഞ്ജുഷ, സർക്കാരിന്റെ അവിടുത്തെ റോൾ എന്താണ്, സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? സർക്കാർ ഈ മാനുഫാക്ചറേഴ്സിനോട് സംസാരിച്ച് അവരുടെ പബ്ലിക് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈനും അഡ്വൈസറിയും ഇറക്കാനായിട്ട് അവരോട് പറയണം. അപ്പം ഇപ്പോൾ ഫോക്സ് വാഗൻ വാഹനമാണെങ്കിൽ അവർ പറയുന്നു, മാരുതി ആണെങ്കിൽ അവർ പറയുന്നു, ടൊയോട്ട ആണെങ്കിൽ അവർ പറയുന്നു. ഈ ആൾക്കാരുടെ ആശങ്ക ദൂരീകരിക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ വെഹിക്കിൾസും ഇവിടെ E20 കംപ്ലൈന്റ് അല്ല എന്നറിയാം. അങ്ങനെയെങ്കിൽ E20 അല്ലെങ്കിൽ E15 ഒക്കെ മറ്റ് രാജ്യങ്ങൾ, E30 ഇപ്പൊ ബ്രസീലിലുണ്ട്, ഈ രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത് എന്നുള്ളത് നോക്കുക. ബ്രസീലിൽ, അമേരിക്കയിൽ E30 ബ്രസീലിലും E15 അമേരിക്കയിലും വന്നിരിക്കുന്നത് ഏതാണ്ട് 50 വർഷം കൊണ്ടാണ്. എന്ന് വെച്ചാൽ 1970-കളിൽ പ്യുവർ എത്തനോൾ വെഹിക്കിൾസ് ബ്രസീലിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ബ്ലെൻഡഡിലേക്ക് വന്ന് E30 ഈ 2025 ആകുമ്പോഴത്തേക്കാണ് അവർ നേഷൻ വൈഡ് കൊടുക്കുന്നത്. അമേരിക്കയിൽ അതേപോലെ 2001 ശേഷമുള്ള വാഹനങ്ങളിൽ മാത്രം E15 എന്ന് പറയുകയും അത് 25 വർഷം കഴിഞ്ഞതിന് ശേഷം സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും കൊടുക്കുന്നു. എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്രോൾ പമ്പിൽ പോകുന്ന സമയത്ത് നമുക്ക് ചോയ്സസ് ഉണ്ട്. അതായത് എനിക്ക് പ്യുവർ പെട്രോൾ അടിക്കണോ, എനിക്ക് E20 അടിക്കണോ എന്നുള്ള ചോയ്സ് എനിക്ക് എക്സാക്ട്ലി ആ ചോയ്സ് ഇല്ല. തന്നെയല്ല, ചുരുക്കം മാസങ്ങളിൽ നടപ്പാക്കാൻ, അതായത് മറ്റ് സ്ഥലങ്ങളിൽ 40-50 വർഷം കൊണ്ട് നടപ്പാക്കാൻ പോകുന്ന കാര്യം ഇവിടെ ചുരുക്കം മാസങ്ങളിൽ നടപ്പാക്കാൻ പോകുന്നു. കൃത്യമായിട്ടുള്ള ഒരു ട്രാൻസിഷൻ വിൻഡോ ഇല്ല, ആൾക്കാർക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അതുകൊണ്ടാണ് നേരത്തെ ശ്രീ നന്ദു പറഞ്ഞത്, നന്ദു ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട്, ഇത് നോക്കിയത് കൊണ്ട് E20 ആണെന്ന് അറിയാം. സത്യം പറയാം, ഞാൻ വാർത്തകൾ ശ്രദ്ധിക്കുന്ന ആളാണ്, പല വിഷയങ്ങളിൽ ചർച്ചയ്ക്കിരിക്കുന്ന ആളാണ്. ഈ കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഞാൻ എൻ്റെ വണ്ടിയിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന E20 പെട്രോൾ ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായ സമയത്താണ് ഞാനിത് അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അടുത്ത സമയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ കമ്പനിയുടെ അല്ലെങ്കിൽ അതിന്റെ വാഹനത്തിന്റെ മാനുഫാക്ചറുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു കൺഫർമേഷൻ. എനിക്കും അറിയില്ലായിരുന്നു ഇത് 20% എഥനോൾ കലർത്തിയ പെട്രോളാണ് കാറിൽ അടിക്കുന്നതെന്ന്. ശരി, ശ്രീ സിബി സത്യൻ, ഇവിടെ നന്ദു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് പെട്രോളിയം മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, പിന്നെ എന്തിനാണ് ഗഡ്കരിയെ ഈ വിഷയത്തിൽ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന്? മഞ്ജുഷ, എനിക്ക് ഈ വിഷയത്തിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുണ്ട്. കാരണം എൻ്റെ പ്രിയപ്പെട്ട വിഷയവും ഞാൻ ഈ പറയുന്ന സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന വിഷയത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പോർട്ടൽ തുടങ്ങിയ ആളുമാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ പോളിസിയുമായി ബന്ധപ്പെട്ടും അല്ലാത്ത കാര്യങ്ങൾ കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ സംഭവത്തിലേക്ക് വരാം. ഒന്നെന്ന് പറയുന്നത്, BJP പ്രതിനിധി ഇവിടെ പറഞ്ഞതുപോലെ നമ്മളുടെ ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടി 2090 ആകുമ്പോഴേക്കും ഈ സീറോ കാർബൺ എന്ന് പറയുന്ന, നെറ്റ് സീറോ കാർബൺ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പം ലോകം മുഴുവനുള്ള എല്ലാ രാജ്യങ്ങളും ആ സമയത്തൊക്കെ നെറ്റ് സീറോ കാർബണിലേക്ക് വരും. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇലക്ട്രിഫിക്കേഷനും ഈ പറഞ്ഞ സോളാർ എനർജിയും റിന്യൂവബിളും വിൻഡും എന്ന് വേണ്ട സകല സംഭവങ്ങളും വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ എഥനോളിന്റെ സംഭവം ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഇന്ത്യയുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് 2070 ആണ്. 2070 ഇന്ത്യ നെറ്റ് സീറോ കാർബൺ ആയിരിക്കുമെന്നാണ് ഇന്ത്യൻ സർക്കാർ വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് തുടരുന്നു. അതിന്റെ ഭാഗമായി നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളുകൾ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മൾ ഹൈഡ്രജൻ ട്രെയിൻ കൊണ്ടുവരുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിന് ആദ്യത്തെ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഈ മൈലേജ് എന്ന് പറയുന്ന സാധനം, അതായത് ഒരു കാറിന് 20 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ഉണ്ടെന്ന് കരുതുക. ഈ എഥനോളിന്റെ ജ്വലനശേഷി, അതായത് അത് ജ്വലിച്ചുണ്ടാകുന്ന പവറും ഈ പെട്രോൾ ജ്വലിച്ചുണ്ടാകുന്ന പവറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എങ്ങനെയാണ് ബാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, 10 ലിറ്റർ പെട്രോൾ, പ്യുവർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ 20 കിലോമീറ്റർ മൈലേജ് ഉള്ള കാറിനകത്ത് നിങ്ങൾക്ക് 200 കിലോമീറ്റർ ഓടാൻ പറ്റും. അതേസമയം നിങ്ങൾ E20 പെട്രോൾ അടിച്ചാൽ നിങ്ങൾക്ക് 186 കിലോമീറ്റർ മാത്രമേ ഓടാൻ പറ്റുള്ളൂ. നിങ്ങൾ അതേ വില തന്നെയാണ് കൊടുക്കുന്നത്. പെട്രോളിന് നേരത്തെ എത്രയാണോ വില കൊടുത്തിരുന്നത് അതേ വില തന്നെ കൊടുത്തു നിങ്ങൾ E20 അടിക്കുമ്പോൾ നിങ്ങൾക്ക് 16 കിലോമീറ്റർ കുറച്ചേ ഓടാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 16 കിലോമീറ്റർ കോമ്പൻസേറ്റ് ചെയ്യാൻ നിങ്ങൾ വീണ്ടും 1 ലിറ്റർ അടിക്കേണ്ടി വരും. അതായത് നേരത്തെ 10 ലിറ്റർ അടിച്ച സ്ഥാനത്ത് നിങ്ങൾ ഇപ്പോൾ 11 ലിറ്റർ അടിക്കണം. അപ്പൊ ഇതിനകത്ത് ആത്യന്തികമായിട്ട് എന്ത് ലാഭമാണ് ഒരു കാർ ഉടമയ്ക്ക് ഉണ്ടാകുന്നത്? 2, ഇതുകൊണ്ട് എന്ത് ലാഭമാണ് സത്യത്തിൽ ഈ പറഞ്ഞ കാർബൺ ബേണിങ്ങിനകത്ത് ഉണ്ടായത്? കാരണം 1 ലിറ്റർ അധികം അടിച്ചു. ആ 1 ലിറ്റർ അധികം അടിച്ചിട്ട് ആ 1 ലിറ്റർ വീണ്ടും കത്തുകയാണ്. അപ്പൊ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെ ഉണ്ടാവുകയാണ്. ചെറിയ നാമമാത്രമായ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചെയ്യുന്നില്ല, മറക്കുന്നില്ല. പക്ഷേ നേരത്തെ ശ്രീജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതുപോലെ ഒരു എഥനോൾ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം വരുമ്പോൾ നിങ്ങൾ അതിന്റെ വില കുറയ്ക്കണം. കാരണം പെട്രോളിന്റെ വില ഇല്ല എഥനോളിന്. അതിന് പകരം ഈ പെട്രോളിന്റെ അതേ വില തന്നെയാണ് നമ്മളിപ്പോൾ എഥനോളിന് കൊടുക്കുന്നത്. അപ്പൊ ഇത് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചിക്കലാണ്.
ഗവൺമെന്റ് അതിന്റെ ഏറ്റവും വലിയ ലൂട്ടിങ് നടത്തുകയാണ് ജനങ്ങളുടെ മേലിൽ. കാരണം നിങ്ങൾ ആലോചിക്കുക, ഓരോ 10 ലിറ്ററിനും നിങ്ങൾ 1 ലിറ്റർ അധികം അടിക്കണം. നേരത്തെ 10 ലിറ്റർ അടിച്ചുകൊണ്ടിരുന്ന സാധനം നിങ്ങൾ 11 ലിറ്റർ അടിക്കണം. ഇതാണ് ആദ്യത്തെ പ്രശ്നം. ഇനി രണ്ടാമത്തത് പോളിസി തലത്തിൽ പറഞ്ഞു. ഈ പോളിസി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു വലിയ പറ്റിപ്പാണ്. കാരണം ഈ നെറ്റ് സീറോ കാർബൺ 2070 എത്തണമെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ കാർബൺ മേക്കർ എന്ന് പറയുന്നത് നമ്മളുടെ തെർമൽ പവർ സ്റ്റേഷനുകളാണ്. തെർമൽ പവർ സ്റ്റേഷനുകൾ ഇന്ത്യ ഇപ്പോഴും അനുമതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾക്ക് തെർമൽ പവർ സ്റ്റേഷനുകൾ തുറക്കാൻ അനുമതി കൊടുത്തുകൊണ്ടിരിക്കുന്ന സർക്കാർ എന്തർത്ഥത്തിലാണ് ഈ പറഞ്ഞതുപോലെ സാധാരണക്കാരന്റെ കഞ്ഞിയിൽ പാറ്റയിട്ടിട്ട് ഈ പരിപാടി ചെയ്യാൻ നിൽക്കുന്നത്? ആദ്യം ചെയ്യേണ്ടത് തെർമൽ പവർ സ്റ്റേഷനുകൾ പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചുകൊണ്ട് സോളാറിലേക്കും വിൻഡിലേക്കും അതുപോലുള്ള മറ്റ് റിന്യൂവബിൾസിലേക്കും അല്ലെങ്കിൽ ഈവൻ ആറ്റമിക് എനർജിയിലേക്കും ഒക്കെ പോകേണ്ടതിന് പകരം നമ്മൾ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് തെർമൽ പവർ സ്റ്റേഷൻ അനുമതി കൊടുക്കുന്നു. കാരണം അദാനിയെ പോലുള്ള കോർപ്പറേറ്റുകളാണ് ഇതൊക്കെ നയിക്കുന്നത്. അവരുടെ സബ് കമ്പനികളും അതുപോലുള്ള മറ്റു കോർപ്പറേറ്റുകളൊക്കെയാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ കമ്പനികൾക്കുള്ള ക്യാപ്റ്റീവ് പവർ പ്ലാൻ ഉണ്ട്. ഈ ക്യാപ്റ്റീവ് പവർ പ്ലാന്റിൽ മൊത്തം കൽക്കരിയാണ് കൊടുക്കുന്നത്. അപ്പം ഈ കൽക്കരി മൊത്തം കത്തിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ വൈദ്യുതി ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ പോളിസിയിൽ, അതായത് കാർബൺ വിമുക്ത ഭാരതം എന്ന് പറയുന്ന പോളിസിയിലേക്കുള്ള നമ്മുടെ വഴി തന്നെ കംപ്ലീറ്റ് ഇരട്ടത്താപ്പാണ്. ദുബായിൽ നടന്ന COP28 അതിനുശേഷം നടന്ന COP29 ഇന്ത്യ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തെർമൽ പവർ സ്റ്റേഷനുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കരാറിൽ ഒപ്പിടാൻ വിസമ്മതിച്ചു, തയ്യാറായില്ല. ഇന്ത്യ മാറി നിൽക്കുകയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മിറ്റ്മെന്റ് നമ്മൾ വെളിവാക്കിയില്ല. കാരണം ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ അവരുടെ ക്യാപ്റ്റീവ് പവർ സ്റ്റേഷനുകളിലും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നത് തെർമൽ പവർ സ്റ്റേഷനാണ്. നമ്മൾ വീണ്ടും 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 കൽക്കരി പവർ സ്റ്റേഷനുകൾക്ക് അനുമതി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി മൂന്നാമത്തെ വിഷയം, അപ്പം നമ്മൾ വളരെ കൃത്യമാണ്, ഇവിടകത്ത് വളരെ കൃത്യമായ ഒരു പോളിസി ഇരട്ടത്താപ്പുണ്ട്. ഇത് സാധാരണക്കാരന്റെ കീശ ചോരുന്നു, കൃത്യമായിട്ട് കോർപ്പറേറ്റുകളെ നമ്മൾ ലാഭത്തിലേക്ക് കൊണ്ടുവരും. ഇനി മൂന്നാമത്തെ വിഷയം വരാം. എന്തിനാണ് നിതിൻ ഗഡ്കരിയെ നമ്മൾ ശ്രദ്ധിക്കുന്നത്? നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ആൾ നാഗ്പൂരിലെ ഒരു നമ്മൾ ഈ ഷുഗർ ബാരൺ എന്ന് പറയാവുന്ന, അതായത് ഷുഗറുമായി ബന്ധപ്പെട്ട ഷുഗർ മില്ലുകളും അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് എഥനോളുകളും ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനി ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ നിഖിൽ ഗഡ്കരി നടത്തുന്ന സിയാൻ അഗ്രോ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ഈ സിയാൻ അഗ്രോ പ്രൊഡക്ട്സ് 2024 എഥനോൾ രംഗത്തേക്ക് വരുന്നത്. ഈ 2024 എഥനോൾ രംഗത്തേക്ക് വരുമ്പോഴേ അദ്ദേഹത്തിന്റെ അന്നത്തെ ഓഹരി വില എന്ന് പറയുന്നത് 41 രൂപയായിരുന്നു. 2 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഓഹരി വില എന്ന് പറയുന്നത് ഏതാണ്ട് 1500 രൂപയ്ക്ക് അടുത്താണ്. ഇനി രണ്ടാമത്തെ കേസ്, അദ്ദേഹത്തിന്റെ വരുമാനം 17 കോടിയായിരുന്നു അദ്ദേഹത്തിന്റെ വരുമാനം. അതിപ്പോൾ 2234 കോടിയായിട്ട് മാറിയിരിക്കും 2 വർഷം കൊണ്ട്. ഇതിനെ സാധാരണഗതിയിൽ സ്വജനപക്ഷപാതം എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു കമ്പനിയുടെ ഒരു രാജ്യത്തിന്റെ നയങ്ങൾ 1-2 കമ്പനിക്കാർക്ക് ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ വളച്ചൊടിച്ച് അതിനെ അവതരിപ്പിക്കുക. അത് പണ്ടൊക്കെ ഈ പറഞ്ഞ അഴിമതിയൊക്കെ വളരെ റാമ്പന്റ് ആയിരുന്ന ഒരു കാലത്ത് പോലും സ്വന്തം മക്കൾക്കും കൊച്ചുമക്കൾക്കും ഉള്ള കമ്പനിയിൽ പരസ്യമായിട്ട് ലാഭം കിട്ടാൻ വേണ്ടി ഇത്തരത്തിൽ വളരെ ഓപ്പൺ ആയിട്ട് ആരും അഴിമതിയൊന്നും ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ഇപ്പം വന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത്, സ്വന്തം മക്കൾക്ക് കമ്പനിയുണ്ട്, അവർക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ ആർക്കും മടിയില്ലാത്ത, അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. ഇപ്പം നിതിൻ ഗഡ്കരിയുടെ മകൻ കോടീശ്വരനായി മാറിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എത്രയോ ഇരട്ടിയായി. അപ്പം ഈ ഒരു പോളിസി മാറ്റം ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാക്കിയത് അങ്ങനെയാണെങ്കിൽ സിബി, ഈ പറയുന്ന EJPയുടെ ലക്ഷ്യം പൂർത്തീകരിക്കുമെന്നാണോ താങ്കൾ കണക്കാക്കുന്നത്? ഇപ്പോൾ നീറ്റിൽ സമരം നടത്തിയ CJPയേക്കാൾ ശക്തരായി മാറുമോ ഈ EJP ശക്തരായി മാറുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ര ഉറപ്പില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷക സമരം ഇതിനേക്കാൾ വലിയ സമരമായിരുന്നു. അതിനെ ഒരു പരിധി വരെ പിടിച്ചു നിർത്താനും വളരെ ഏറ്റവും അവസാനം സമ്മർദ്ദത്തിന്റെ അങ്ങേയറ്റം മാത്രമാണ് ഫാം ലോസ് പിൻവലിക്കാനും അന്നത് സർക്കാർ തയ്യാറായത്. CJPയുടെ സമരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ആ സമരത്തിലേക്ക് വന്ന വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളെ നേരിടുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് ട്രക്ക് ഡ്രൈവർമാരെയും കർഷകരെയും ഈ പറഞ്ഞ മിഡിൽ ക്ലാസ്സിനെയും നേരിടാൻ. അത് അടിച്ചമർത്താൻ പറ്റും. നമ്മുടെ അടുത്ത കാലത്ത് കേരളത്തിലെ ഒരു പ്രമുഖ RSS ആചാര്യൻ പറഞ്ഞ പോലെ വെടിവെച്ച് കൊല്ലാൻ പറ്റും. വെടിവെച്ച് കൊന്ന ശവങ്ങൾ നമുക്ക് കൂട്ടിയിടാൻ പറ്റും. സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ നോക്കിയാൽ അവിടെ യുവാക്കളുടെ പങ്കാളിത്തം കൂടുന്നുണ്ട് കേട്ടോ EJPയിൽ. യുവാക്കളുടെ പങ്കാളിത്തം കൂടുകയും BJPയുടെ വോട്ട് ബാങ്കായ അർബൻ മിഡിൽ ക്ലാസ് സമരരംഗത്ത് ഇറങ്ങുകയും ചെയ്താൽ ഒരു പക്ഷെ ഫലം ഉണ്ടാകും. ഈ നിതിൻ ഗഡ്കരിയുടെ കേസിൽ മറ്റൊരു രസകരമായ സംഗതി ഉള്ളത്, നിതിൻ ഗഡ്കരി RSSന്റെ ഒരു ബ്ലൂ ഐഡ് ബോയിയാണ്. പക്ഷേ നിതിൻ ഗഡ്കരി അടുത്ത മന്ത്രിസഭാ പുനഃസംഘടനയിൽ പുറത്താക്കാൻ മോദി ആലോചിക്കുന്നതായിട്ട് കുറെ കാലമായിട്ട് വിവരങ്ങളുണ്ടായി. നിതിൻ ഗഡ്കരിയെ
മോദിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അദ്ദേഹത്തിനെ പുറത്താക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഓരോ തവണയും, അതായത് രണ്ടാം മോദി മന്ത്രിസഭ മുതൽ മൂന്നാം മോദി മന്ത്രിസഭയിലും ഒക്കെ നിതിൻ ഗഡ്കരിയെ പറ്റിയാൽ പുറത്താക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഉദ്ദേശിച്ചത്ര സീറ്റ് കിട്ടിയില്ലെങ്കിൽ നിതിൻ ഗഡ്കരിയെ തങ്ങളുടെ നേതാവായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ, പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അങ്ങനെയാണെങ്കിൽ പോളിസി ഡിസിഷനിൽ നിതിൻ ഗഡ്കരിക്ക് ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ള രണ്ടും ഒരുമിച്ച് പോവുകയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കെ നിതിൻ ഗഡ്കരിക്ക് കണ്ണിലെ കരടാണെന്നാണല്ലോ താങ്കൾ പറയുന്നത് പ്രധാനമന്ത്രിയുടെ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പോളിസി ഡിസിഷനിൽ ഇത്ര ഭംഗിയായിട്ട് ഇടപെടാൻ കഴിയും? അഴിമതി സാർ, ഇത് അഴിമതിക്കകത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. അഴിമതി എല്ലാവരും കേട്ടായിരുന്നു. ഇപ്പൊ ശ്രീ നരേന്ദ്രമോദിയും ശ്രീ അമിത്ഷായും കൂടി മുഴുവൻ പോളിസികളും അദാനിക്ക് അനുകൂലമായിട്ട് മാറ്റുന്നു. അപ്പൊ അതിനകത്ത് അത് എത്രയോ കോടാനുകോടി രൂപയുടെ അഴിമതിയാണ്. ഈ അദാനി ഗ്രീൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. സാധാരണ സ്റ്റോക്ക് മാർക്കറ്റിൽ ശ്രീത്തിന് കൃത്യമായിട്ട് അറിയാം, സ്റ്റോക്ക് മാർക്കറ്റിൽ PE എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അതായത് ഇതാണ് പ്രൈസ് പെർ ഏർണിംഗ് എന്ന് പറയും. അപ്പൊ ഇതാണ് ഒരു കമ്പനിയുടെ യഥാർത്ഥത്തിലുള്ള വാല്യൂവിന്റെ ഒരു പരിച്ഛേദം എന്ന് പറയുന്നത്. സാധാരണ ഇതിൽ ഈവൻ റിലയൻസ് പോലുള്ള കമ്പനിയുടെ പോലും PE 25 ആയിരിക്കെ ഈ പറഞ്ഞ അദാനി ഗ്രീൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ PE 600, 650, 700 പോയിട്ടുണ്ട്. അത്രമാത്രം ഊതിപ്പെരുപ്പിച്ചുള്ള സ്റ്റോക്ക് പ്രൈസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ ഒരു ഗവൺമെന്റിന്റെ സഹായവും ഈ പോളിസി സഹായവും ഇതാണ് ഗഡ്കരിയെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം. എന്തുകൊണ്ട് ഗഡ്കരി രാജിവെക്കണം, ഗഡ്കരിയുടെ രാജി പ്രധാനമന്ത്രി വാങ്ങണം എന്നുള്ള ആവശ്യം ഉന്നയിക്കാൻ കാരണം EJPയുടെ അതിനകത്ത് എനിക്കിപ്പോൾ തോന്നുന്നത് രാവിലെ PM ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുമായിരിക്കും ഗഡ്കരി എന്ന് മാറ്റാമോ, നാളെ മാറ്റാമോ എന്ന്. എന്ത് തരത്തിലുള്ള മൗഢ്യമാണ് അദ്ദേഹം പറഞ്ഞു പരത്തുന്നത്? അദ്ദേഹത്തിൻ്റെതായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം ഇത്രയും നേരം ഫാക്റ്റ് പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹം കണ്ടെത്തിയ കുറേ കാര്യങ്ങൾ എന്നുള്ള നിലയിൽ അദ്ദേഹം അവതരിപ്പിച്ച ഒരു കാര്യത്തിൽ എനിക്ക് വിയോജിപ്പ് ഞാൻ പറയുന്നില്ല. ഞാൻ അതിൻ്റെ ഫാക്ച്വൽ കാര്യങ്ങളിലേക്ക് മാത്രമേ പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അദ്ദേഹം ആ രാഷ്ട്രീയം തുപ്പുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാവരും മണ്ടന്മാരാണ് എന്ന് നിങ്ങൾ ധരിച്ചു വെക്കരുത്. നിങ്ങൾ ഇത്തരത്തിൽ ഒരേ സമയം നിങ്ങൾ പറയുകയാണ് നിതിൻ ഗഡ്കരിയെ നരേന്ദ്രമോദി എങ്ങനെയെങ്കിലും മന്ത്രിസഭയിൽ നിന്ന് കളയാൻ നിൽക്കുമ്പോൾ നിതിൻ ഗഡ്കരിക്ക് ഈ പറയുന്ന നയം തീരുമാനിപ്പിക്കാൻ സാധിക്കും. താങ്കളത് ചോദിച്ചതാണ്. അതിന് അദ്ദേഹം ഉരുണ്ടിട്ട് എണീറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് പറ്റിയ ചെളിയെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്തരത്തിൽ ഒരേ സമയം രണ്ട് രീതിയിലുള്ള നറേഷൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇതുപോലുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇതിനകത്ത് അദ്ദേഹം മൈലേജിൻ്റെ ഇഷ്യൂ പറഞ്ഞു, അദ്ദേഹം മൈലേജിൻ്റെ ഡ്രോപ്പിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ നീതി ആയോഗിൻ്റെ ഒരു വളരെ സ്റ്റഡീഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് മുന്നിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അതിനെ റിജക്റ്റ് ചെയ്യില്ല. പക്ഷേ അദ്ദേഹം പറയുമ്പോൾ തന്നെ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു യാഥാർത്ഥ്യം, മൈലേജ് ഡിപ്പെൻഡ്സ് അപ്പോൺ എനർജി മാത്രമല്ല, അല്ലെങ്കിൽ ഏത് ഫ്യൂവൽ എന്നുള്ളത് മാത്രമല്ല. മൈലേജിന് നല്ല റോഡുകൾ ഉണ്ടാവണം. റോഡുകളുടെ മോശം അവസ്ഥ മൈലേജിനെ ബാധിക്കാം. ഒരാൾ ഓടിക്കുന്ന വണ്ടി, ഇപ്പോൾ ഞാൻ ഓടിക്കുന്ന വണ്ടിയുടെ മൈലേജ് ആയിരിക്കില്ല അതേ വണ്ടി ചിലപ്പോൾ മഞ്ജുഷേട്ടൻ ഓടിച്ചാൽ ആ ഓടിക്കുന്ന ശൈലിക്ക് മൈലേജിനെ സ്വാധീനിക്കാൻ സാധിക്കും. പിന്നെ ഓടിക്കുന്ന സ്ഥലങ്ങളുടെ ഇവിടെ E20 കാരണം അവിടെ ഒരു ഒറ്റ ഘടകം, അതായത് എല്ലാ വാഹനങ്ങളിലും ഉള്ള ഘടകം എന്ന് പറയുന്നത് E20 ആണ്. അപ്പോൾ ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ് സാർ, കുറച്ച് നേരത്തെ താങ്കൾ ഇടപെടും. കാരണം രണ്ടുപേര് സംസാരിച്ചതിന്റെ ഒരു പോയിന്റിനെ ക്ലാരിറ്റി പൊതുവെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ അനുകൂലിക്കുന്ന അദ്ദേഹത്തിന് പോലും ഇക്കാര്യത്തിൽ അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞതിനെ താങ്കൾ നറേറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ. ഞാൻ അദ്ദേഹം പറഞ്ഞതിനെ പോസിറ്റീവ് ആംഗിളിലാണ് എടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു പോസിറ്റീവ് നറേറ്റീവാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അതിനെ അതേ അർത്ഥത്തിലാണ്, അതേ പോസിറ്റീവ്നെസ്സോട് കൂടിയാണ് സിബി പറഞ്ഞതിലെ നെഗറ്റീവ് ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഞാൻ അദ്ദേഹം പറഞ്ഞതിലെ ഒരു കാര്യം മാത്രം, അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളിൽ എനിക്കൊരു 1-2 ചെറിയ ക്ലാരിറ്റി, അത് ഞാൻ മനസ്സിലാക്കിയത് ശ്രീധേട്ടൻ പറഞ്ഞതിൽ 1-2 ചെറിയ ക്ലാരിറ്റികൾ എനിക്ക് വരുത്താനുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഒരു വണ്ടിയുടെ പാർട്ട് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അത് രാജ്യത്തെ കർഷകർ മാറ്റി തരുമോ എന്നുള്ള ഒരു ചോദ്യം. അത് അദ്ദേഹം ചോദിച്ചത് ഒരു സ്വാഭാവിക മനുഷ്യൻ എന്നുള്ള നിലയിൽ. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഞാൻ പഠിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത്തരം വലിയ രീതിയിലുള്ള ഇപ്പോൾ ARI പോലുള്ള സ്റ്റഡീസ് നടന്ന സമയത്ത് അവർ അതിനകത്ത് ക്ലിയർ കട്ടായി പറയുന്നുണ്ട്. അതായത് വാഹനങ്ങളുടെ എഞ്ചിനുമായി സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ വാഹനങ്ങളുടെ റബ്ബർ പാർട്സിനും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കമ്പോണൻസിനും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും E20യുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ വരില്ല എന്ന് അവരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനം. ആ പഠനമാണ് നമ്മൾ ഉദാഹരണ സഹിതം എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ 3 പേരും സംസാരിക്കുന്നത് അല്ലെങ്കിൽ 4 പേരും സംസാരിക്കുന്നത് ആ പഠനത്തിനെ ആധികാരികമായി എടുത്തു വെച്ചുകൊണ്ടാണ്. നീതി ആയോഗിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ പഠനത്തിന് ആധികാരികമായി എടുത്തു വെക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ പോയിന്റിൽ അദ്ദേഹത്തിനോട് എനിക്ക് പറയേണ്ട ആ പോയിന്റ് ഞാൻ കൺവേ ചെയ്യുന്നത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ മൈലേജിന്റെ വിഷയം ഞാൻ പറഞ്ഞു, അത് ശ്രീ സിബി പറഞ്ഞ കാര്യമാണ്. മൈലേജിന്റെ വിഷയം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ രാജ്യത്ത് ആയിക്കോട്ടെ, ഞാൻ താങ്കൾ പറഞ്ഞപ്പോൾ ഇടപെടാതിരുന്നത് എന്റെ പോയിന്റ് എനിക്ക് വയ്ക്കാനാണ്. ഒരു ചെറിയ ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. അതായത്
നമ്മൾ ഒരേ റോഡ്, ഒരേ ഡ്രൈവിംഗ് കണ്ടീഷൻ, ഒരേ എബിലിറ്റി ഉള്ള ഡ്രൈവർമാര്, അങ്ങനെയാണല്ലോ നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ശരി, അവിടെ 20 കിലോമീറ്റർ കിട്ടുന്ന ഒരു വണ്ടിക്ക് 18.4 കിലോമീറ്റർ മാത്രമേ E20 കിട്ടൂ. 10 ലിറ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് 16 കിലോമീറ്ററിന്റെ വ്യത്യാസം വരുന്നുണ്ട്. ശരി. ഇനി 10 ലിറ്റർ എന്റെ പോയിന്റ് പെട്രോൾ പറയല്ലേ, ഇത് താങ്കൾ ആദ്യം പറഞ്ഞ പോയിന്റാണ്. ശരി നന്ദു, ഇത് താങ്കൾ ആദ്യം പറഞ്ഞ പോയിന്റാണ്. അത് താങ്കൾ വീണ്ടും ഒരിക്കൽ കൂടി പറഞ്ഞു. എനിക്കതിൽ പ്രശ്നമില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, രാജ്യത്തെ ഏറ്റവും വലിയ കാർ സേവനം കൊടുക്കുന്ന മാരുതി സുസുക്കി ഇതിൻ്റെ ഒരു പൈലറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടെസ്റ്റ് എന്നുള്ള നിലയിൽ ഏതാണ്ട് 2.84 കോടി അവരുടെ ഒരു വർഷത്തെ സർവീസിങ്ങിൻ്റെ ഭാഗമായി അവരുടെ അടുത്ത് വരുന്നതിൽ E0 കണ്ടീഷനിലുള്ള, അതായത് നമ്മുടെ എത്തനോൾ ഉപയോഗിക്കാത്ത കണ്ടീഷനിലുള്ള എഞ്ചിനുമായി അദ്ദേഹം അവർ ഏതാണ്ട് 1.5 കോടി കാറുകളെയാണ് അത്തരത്തിൽ പരിശോധിച്ചത്. ആ പരിശോധിച്ചിൽ നിന്ന് അവർ കണ്ടെത്തിയത് ഈ പറഞ്ഞ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആശങ്കകൾ, ഈ ആശങ്കകളൊന്നും തന്നെ ഫലവത്തല്ല, അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിക്കാം എന്നുള്ളത് ഒരു എന്താ പറയുന്ന ഒരു പ്രജുഡീഷ്യൽ ആയിട്ടുള്ളൊരു മൈൻഡിൽ നിന്നാണ് നമുക്ക് ഉണ്ടാകുന്നത്. അത്തരം സാഹചര്യങ്ങളൊന്നും നിലവിൽ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള ഒരു ആധികാരികമായൊരു നിലപാട് അവർ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ശ്രീധരൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഈ വിഷയം താഴെ തള്ളി. ഇപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞ ഒരു പോയിന്റിനെ പോലും അദ്ദേഹം ഖണ്ഡിക്കുകയോ അത് തെറ്റാണെന്ന് അദ്ദേഹം വാദിക്കുകയോ ചെയ്തില്ല. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നന്ദു പഠിച്ചത് കൊണ്ട് നന്ദുവിന് പറയാൻ സാധിക്കുന്നു, ആ കാര്യങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തേണ്ടിയിരുന്നു, അത് എത്തിക്കുന്നതിൽ എവിടെയൊക്കെയോ കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോയിന്റായി ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായി താഴേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം രാജ്യത്തെ സർക്കാരിനുണ്ട്. അത് സ്വാഭാവികമായി തന്നെ രാജ്യത്തെ സർക്കാർ അത് നിറവേറ്റും. ഇങ്ങനെ അടിച്ചേൽപ്പിച്ചത് അടിച്ചേൽപ്പിക്കുമെന്ന് തന്നെ പറയുമല്ലോ. കാരണം ഒരു ചോയ്സ് ഇല്ല, ജനങ്ങൾക്ക് മുന്നിൽ ഒരു ചോയ്സ് ഇല്ല. ചോയ്സ് ഇല്ല എന്നുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ പ്രൈസ് സ്റ്റെബിലിറ്റിയെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ടാക്സ് ആ വിഷയങ്ങളിൽ എനിക്കൊന്ന് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യണം. അത്തരത്തിൽ എന്തെങ്കിലും ഇളവുകൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യണം. അതല്ലാതെ ഞാൻ കാണുന്ന ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ കാണുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടായ സമയത്ത്, നമ്മുടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായ സമയത്തും നമ്മുടെ രാജ്യം ഒരു വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്യൂൽ പ്രൈസിലാണ് നിന്നത് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഇന്ധനമായി ഞാൻ കാണുന്നത് E20 നമ്മുടെ കൺവെർഷനാണ്. അങ്ങനെ നമ്മൾ കൺവെർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ലെങ്കിൽ മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ എങ്ങനെയാണോ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാകുമ്പോൾ വലിയ രീതിയിലുള്ള പ്രൈസ് ഹൈക്ക്, അതായത് ഒരു 100% വരെയൊക്കെ ഉയർന്ന രാജ്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ഫാക്റ്റ് ചെക്ക് ചെയ്തിട്ടില്ല, എന്നാൽ പോലും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ ഉയർന്ന സാഹചര്യം ഉള്ള അതിനിടയിൽ നിതിൻ ഗഡ്കരിയുടെ മകന്റെ കമ്പനിയുടെ യുദ്ധ സാഹചര്യത്തിലെ വിലയും ഞാൻ അതിലേക്ക് വരാം. താങ്കൾ ഈ ചെയ്യുന്നത് ശരിയല്ല. കാരണം ഞാൻ താങ്കൾ പറഞ്ഞപ്പോഴൊന്നും ഇടപെട്ടില്ല. അതൊരു ജനാധിപത്യമല്ലേ. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഫാക്ച്വൽ എറർ ഉണ്ടെങ്കിൽ താങ്കളുടെ അവസരത്തിൽ തിരുത്താം. ഇപ്പോൾ ശ്രീജിത്ത് പണിക്കരേട്ടന് ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റിനോടും യോജിപ്പായിരിക്കില്ല. അദ്ദേഹത്തിന് അവസരം വരുമ്പോൾ അദ്ദേഹം തിരുത്തും. എനിക്ക് അവസരം വന്നപ്പോഴല്ലേ ഞാൻ താങ്കളുടെ തിരുത്താൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഇതിനിടയിൽ കയറി സംസാരിക്കുക, താങ്കളുടെ ഉള്ളിലൊരു പൊളിറ്റിക്സ് ഉണ്ടാവാം, ഉണ്ടായിക്കോട്ടെ, താങ്കൾക്ക് വേണം, ഞാൻ അതിനൊന്നും എതിർക്കുന്നില്ല. പക്ഷേ അത് ഇത്തരം ഒരു ചർച്ചയിൽ ഒരാൾ സംസാരിക്കുമ്പോൾ അതിലേക്ക് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടല്ല വരേണ്ടത് എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അപ്പോൾ നമ്മുടെ പ്രൈസ് ഹൈക്കിനെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തിയതിൽ അതിൽ വലിയൊരു രീതിയിലുള്ളൊരു ഘടകമായി ഇത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ E20 വന്നിട്ടുണ്ട് എന്നുള്ളൊരു നമുക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ ഈ രാജ്യത്ത് 2021 ഇതിൻ്റെ ഒരു നയം തീരുമാനിക്കുന്നതിനോടൊപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ മാനുഫാക്ചേഴ്സുമായിട്ടും അതുപോലെ ഓയിൽ കമ്പനികളുമായിട്ടും അതുപോലെ തന്നെ ഇതിൽ പഠനം നടത്തുന്ന ആളുകളുമായിട്ടും ഒക്കെ ഗവൺമെൻറ് ഡിസ്കസ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ ആലോചിച്ചെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ വിഷയത്തിൽ നമുക്ക് ആകുലതകൾ ഉണ്ടെങ്കിൽ സർക്കാർ ഒരു പ്രജുഡീഷ്യൽ മൈൻഡും ഇല്ലാതെ പറഞ്ഞു അത്തരത്തിലുള്ള ആശങ്കകൾ നമുക്ക് കേൾക്കാം, അതിൽ പരിഹരിക്കേണ്ടവ പരിഹരിക്കാം, പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി. ഇതൊരു ദേശീയ നയത്തിന്റെ ഭാഗം. ഒരു കാര്യം ശരിയാണ്, ഈ നിശ്ചിത കാലപരിധിക്കുള്ളിൽ, അതായത് ഇപ്പോൾ ചിലപ്പോൾ 2018 മുതൽ നിർമ്മിച്ച വാഹനങ്ങളിലായിരിക്കാം E20 പെട്രോൾ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ചിലപ്പോൾ അത് 2019, 2020 അങ്ങനെ വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപുള്ളവർ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമുണ്ട് കേട്ടോ. ആ കാലപരിധിക്ക് മുന്നിലുള്ളത് ഇതൊക്കെ ആശങ്കയായിട്ട് നിൽക്കുകയാണ്. ശ്രീ MS വേണുഗോപാൽ ഒരൊറ്റ പോയിന്റ് കൂടി, ആ ഗഡ്കരിയുടെ മകനെ കോട്ട് ചെയ്ത് പോയതുകൊണ്ടാണ്. അതായത് ഗഡ്കരിയുടെ മകൻ, അദ്ദേഹത്തിന് ഈ പറയുന്ന എത്തനോൾ ഡിസ്ട്രിബ്യൂഷനിൽ 0.6% ഇൻവോൾവ്മെന്റേ ഉള്ളൂ. അതിനേക്കാൾ ഇപ്പോൾ അത്രേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനേക്കാൾ ഉണ്ടാക്കുന്നവരുണ്ട്. സിബി, താങ്കളുടെ ഈ അസ്വസ്ഥത എന്താണെന്നറിയോ? താങ്കളുടെ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് പൊളിയുന്നതുകൊണ്ടാണ്. അല്ല, ഞാൻ ഇടപെടുന്നില്ലല്ലോ. എനിക്ക് പൊളിറ്റിക്സ് ഉള്ള ആളാണ്, ഞാൻ പൊളിറ്റിക്കൽ പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവ് ആണ്. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും താങ്കൾ നിതിൻ ഗഡ്കരിയുടെ മകനെ അദ്ദേഹത്തിന് മോശമായി പറഞ്ഞപ്പോൾ ഒന്നും ഞാൻ ഇടപെട്ടില്ലല്ലോ. എന്തുകൊണ്ട് ഇടപെടാത്തത്? എൻ്റെ പാർട്ടിയുടെ നേതാവായിരുന്നില്ലേ, ഞാൻ എന്തുകൊണ്ട് ഇടപെടാത്തത്? കാരണം എനിക്ക് അസ്വസ്ഥതയില്ല. എൻ്റെ ഫാക്ച്വൽ ആയിട്ടുള്ള നിലപാടുകൾ പറയാനുള്ള അടിസ്ഥാനം എനിക്കുണ്ട്. പക്ഷെ താങ്കൾക്ക് അതില്ല, താങ്കൾക്ക് ഭയപ്പെടുന്നു. താങ്കൾ ഓരോ വാക്ക് പറയുമ്പോഴും താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഭയം ജനിക്കുന്നത്? താങ്കൾ എന്തുകൊണ്ടാണ് ഇടപെടുന്നത്?
താങ്കളുടെ ഫാക്ച്വൽ എററുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ താങ്കൾക്ക് ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ താങ്കൾക്ക് കൃത്യമായി അറിയാം താങ്കൾ പറഞ്ഞതിൽ ഒരുപാട് തെറ്റുകളുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞോട്ടെ, ലെറ്റ് മീ കംപ്ലീറ്റ്. അത് ഇതൊരു നല്ല ശൈലിയല്ല. എങ്കിൽ ഞാനും ഇടപെടും. നാളെ തൊട്ട് അടുത്ത മിനിറ്റിൽ താങ്കൾ സംസാരിക്കുമ്പോൾ ഞാനും ഇടപെടും, ഓരോ വാക്കിലും ഇടപെടും. അപ്പൊ എന്ത് പറ്റും? അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന് ആകെ 0.6% മാത്രമാണ് ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റ്. 0.6%. നിങ്ങൾ മൊത്തം ഉൽപാദനത്തിന്റെ 0.6%. താങ്കൾ അങ്ങനെ വേണം അതിനെ കാണാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇടപെടലുള്ള ആളാണ് ഇതിന്റെ മൊത്തം പോളിസി തീരുമാനിച്ചത് എന്ന് പറയുന്നത് തന്നെ മണ്ടത്തരം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അദ്ദേഹം ബുദ്ധിപൂർവ്വമായി അതിനകത്തൂടെ, ആ കർട്ടൻ അകത്തൂടെ ഒളിപ്പിച്ചു കൊണ്ടുപോയത്. ഏറ്റവും വലിയ ഷുഗർ കെയിൻ ബാരൽ ആരാണ് ഇന്ത്യയിലെ? പ്രധാനപ്പെട്ട ഷുഗർ കെയിൻ ബാരലിൽ ഒരാൾ ശരത് പവാറാണ്, NCPയുടെ നേതാവ്, ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട തൂണായിട്ടുള്ള ശരത് പവാറാണ്. അത് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാർ, നിലവിലെ MP മാർ, നിലവിലെ മന്ത്രിമാർ, നിലവിൽ ഉള്ള മറ്റ് നിലപാടുകളിൽ ഇരിക്കുന്ന ഒട്ടേറെ ആളുകൾ, അത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവർക്കും അവിടെ ഷുഗർ മില്ലുകളുടെ വലിയ അതിപ്രസരമുള്ള സംസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരാളെ മാത്രം പോയിന്റ് ചെയ്ത്, ഞാൻ അതാണ് പറഞ്ഞത്, ഇവർ പെട്രോളിയം മന്ത്രിയെ പോയിന്റ് ചെയ്യാതെ നിതിൻ ഗഡ്കരിയിലേക്ക് മാത്രം പോയിന്റ് ചെയ്യുന്നത്. നിതിൻ ഗഡ്കരി ഈസ് എ പെർഫോമിംഗ് മിനിസ്റ്റർ. പെട്രോളിയം മന്ത്രിയിലേക്ക് പോയിന്റ് ചെയ്യണമെന്നാണ്. അല്ല, അവർക്ക് പോയിന്റ് ചെയ്യണം. അങ്ങനെ ഈ വിഷയത്തിൽ അവർ പോയിന്റ് ചെയ്യണമായിരുന്നുവെങ്കിൽ അവർക്ക് പോയിന്റ് ചെയ്യേണ്ട ആളാരായിരുന്നു? ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന പോയിന്റ് ചെയ്തതുപോലെ തന്നെ പോയിന്റ് ചെയ്യേണ്ടിരുന്ന ആളാരായിരുന്നു? പെട്രോളിയം മിനിസ്റ്റർ ആയിരുന്നു. അവിടെ പോയിന്റ് ചെയ്യാതെ നിതിൻ ഗഡ്കരിയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന എന്തിനാണ്? ഇവർക്കൊക്കെ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത്, നിതിൻ ഗഡ്കരി ഈസ് എ പെർഫോമിംഗ് മിനിസ്റ്റർ. താങ്കൾ തന്നെ താങ്കളുടെ ഇൻട്രോ കഴിഞ്ഞ് ആരോടോ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് താങ്കൾ പറഞ്ഞു, നിതിൻ ഗഡ്കരിയെ പോലെ വളരെ നന്നായി ഒരു വകുപ്പ് കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്ന, ഗതാഗത വകുപ്പ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്ന, രാജ്യത്ത് ഒട്ടേറെ കാലഘട്ടങ്ങളിൽ നടക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന പല പ്രധാനപ്പെട്ട കാര്യങ്ങളും, പേപ്പർ ടാഗിൽ കിടന്നിരുന്ന പല കാര്യങ്ങളും അദ്ദേഹം വളരെ എഫിഷ്യന്റായി നടപ്പിലാക്കി. അതിൽ ആർക്കെങ്കിലും, ഏതെങ്കിലും ഒരാൾക്ക്, അത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ഏതെങ്കിലും ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കേൾക്കാനും അതിനെ റെക്ടിഫൈ ചെയ്യാനും ശ്രമിച്ച ഒരു മിനിസ്ട്രിയും, ആ മിനിസ്ട്രിയെ കരിവാരി തേക്കുക, മിനിസ്റ്ററെ കരിവാരി തേക്കുക എന്ന ഗൂഢമായ ലക്ഷ്യം ഇദ്ദേഹത്തിനുണ്ട്. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ നറേറ്റീവ് സൃഷ്ടിക്കുന്ന ആളുകൾക്കുണ്ട്. അവർ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് സർക്കാരിന് ഒന്നും ഒളിച്ചു വെക്കാനില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഡിബേറ്റബിൾ ആണ് എന്ന് സർക്കാർ ആദ്യമേ തന്നെ പറയുന്നു. MS വേണുഗോപാൽ, ഇവിടെ യുവത്വത്തിന്റെ വലിയ പങ്കാളിത്തം EJPക്ക് പിന്നിലുണ്ട്. അത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇപ്പോൾ വളർന്നു വരുന്ന ഈ ഫോളോവേഴ്സിന്റെ സംഖ്യ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതായത് ഇപ്പോൾ ഈ വാഹന ഉടമകൾ, ട്രക്ക് ഡ്രൈവേഴ്സ്, ഇവർ മാത്രമല്ല ഇതിൽ പങ്കാളിയായിട്ട് വരുന്നത്. അപ്പോൾ ഏകദേശം CJPക്ക് സമാനമായി തന്നെയാണ് EJPയുടെയും വളർച്ച സോഷ്യൽ മീഡിയയിൽ. ഞാൻ മുമ്പും പറഞ്ഞതാണ്, നമ്മുടെ യുവാക്കൾ ഇന്ന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അവരുടെ വിദ്യാഭ്യാസം ഒരു പ്രശ്നമാണ്. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ജോലി ഒരു പ്രശ്നമാണ്. ജോലി കിട്ടിയാൽ അവിടെ ഉണ്ടാകുന്ന പ്രഷർ വേറൊരു പ്രശ്നമാണ്. വിദേശത്ത് പോയാൽ ട്രംപിനെ പോലുള്ളവരും UK അടിച്ച് തിരിച്ചു ഓടിക്കുന്നത് ഒരു പ്രശ്നമാണ്. ഇങ്ങനെ ലോകത്ത് മുഴുവൻ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പോകുന്നതാണ് നമ്മുടെ യുവജനത. ഇത് ഇവിടെ മാത്രമല്ല, മറ്റ് പല ഡെവലപ്പിംഗ് കൺട്രീസിലും, ഡെവലപ്ഡ് കൺട്രീസിലും ഈ അവസ്ഥ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഇവിടെ ഇത് അല്പം കൂടുതലാണ്. നമ്മുടെ ജനസംഖ്യ അത്രയ്ക്ക് കൂടുതലാണ്. നമ്മുടെ 65% വരുന്ന ഇത് 35 വയസ്സിന് താഴെയുള്ളവരാണ്. ആ ഒരു പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഇക്കളിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ വേറെ ചില കേന്ദ്രങ്ങളിലിരുന്ന് ചിലർ നയിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, നിതിൻ ഗഡ്കരിയുടെ കാര്യം തന്നെ പറയാം. നിതിൻ ഗഡ്കരി ഇപ്പം CP സത്യനൊക്കെ പറഞ്ഞത് മൈലേജ് കുറയുന്ന കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ പോകുന്നതിന് എങ്ങനെയായിരുന്നു നമ്മുടെ സൗകര്യം? എത്ര മൈലേജ് കുറഞ്ഞാണ് നമ്മൾ പോയിരുന്നത്? ഏതെല്ലാം ഗട്ടറുകളിൽ വീണ്, ഏതെല്ലാം ജംഗ്ഷനിൽ ചെന്ന് പ്രശ്നങ്ങളുണ്ടായാണ് നമ്മൾ പോയി. ഇപ്പോൾ ഹൈവേ വന്നപ്പോൾ എന്ത് സുഖമായി. ഇന്ത്യയിൽ മൊത്തം 1,46,572 കിലോമീറ്റർ ഹൈവേ ഉൾപ്പെടെയുള്ളവ ഉണ്ടാക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് നിതിൻ ഗഡ്കരി. അത് നമ്മൾ മറച്ചു വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റേതല്ലാത്ത ഒരു കുറ്റത്തിന് ഇവിടെ പറഞ്ഞ പോലെ അത് പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ആണേലും ഇവിടുത്തെ സീനിയറായിട്ടുള്ള ഒരു മന്ത്രിയാണ് നിതിൻ ഗഡ്കരി. അപ്പോൾ അദ്ദേഹത്തിനെ അടുത്തത് തട്ടണം. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അജണ്ട അതിനകത്തുണ്ട്. ആ പൊളിറ്റിക്കൽ അജണ്ട നമ്മൾ മറക്കരുത്. ഞാൻ ഒരു കാര്യം പറയാം. മുമ്പൊക്കെ അതുപോലെ തന്നെ ഈ വാഹനങ്ങളുടെ എഞ്ചിൻ്റെ കേട് പറയുന്നു. നിങ്ങൾ പണ്ട് കട്ടറിൽ വീണുകൊണ്ട് പോയിരുന്നപ്പോഴേ നിങ്ങളുടെ വാഹനത്തിന് എത്ര കേട് വന്നിട്ടുണ്ടെന്ന് അറിയാമോ? എത്ര ലക്ഷം രൂപ ഓരോരുത്തരും ചിലവാക്കിയിട്ടുണ്ടെന്ന് അറിയാമോ? എനിക്കറിയാം. എൻ്റെ ഷോക്ക് സഹിക്കാനല്ല പറയുന്നത്. ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുക, ഈ പ്രശ്നങ്ങൾ മാറ്റിയത് അത് പറയുന്നില്ല. പെട്രോളിന് വിലയും കുറയുന്നില്ലല്ലോ. വില കുറയില്ലല്ലോ. അത് വില കുറയുമെന്ന് ആദ്യം പറഞ്ഞിരുന്നു കേട്ടോ. കുറയ്ക്കാൻ പറ്റില്ലല്ലോ. അത് ഇപ്പോഴല്ലല്ലോ, അത് ഘട്ടം ഘട്ടമായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇതിനകത്ത് സമരം ചെയ്യുന്നതിനോ സമരം ചെയ്യാതിരിക്കുന്നതിനോ അല്ല പറയുന്നത്. ഒരു വിഷയം
ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്ലസ് മാത്രം, അതിൻ്റെ നെഗറ്റീവ് മാത്രം എടുത്തുകൊണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റോ അവരോ ചെയ്ത ആയിരക്കണക്കിന് പ്ലസ്സുകൾ മാറ്റിക്കൊണ്ട് പോകുന്നതാണ് പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, കാറിൻ്റെ എഞ്ചിനല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ കരളും കിഡ്നി അടിച്ചു പോണതാണ് നിങ്ങൾ കഴിക്കുന്ന പച്ചക്കറി. അതിന് സമരം നടത്താൻ അല്ല, എല്ലാ പ്രശ്നങ്ങളും ഇതുപോലെയാണെന്നേ. അല്ല, ഞാൻ ചോദിക്കട്ടെ, വേറൊരു കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ ഈ കോടതികളിൽ 5,65,00,000 കേസുകൾ പെറ്റി കിടപ്പുണ്ട്. അതെല്ലാം മോദി വന്നതിന് ശേഷം ഞാൻ പറയുന്നത് എത്തനോൾ അല്ല പറയുന്നത്. ഒരു വിഷയം വിഷയം എങ്ങനെയാണ് നിങ്ങൾ എല്ലാ വിഷയങ്ങളും അഡ്രസ് ചെയ്യപ്പെടണം. ഒരു വിഷയം മാത്രമായിട്ട് മോദി ചെയ്ത ഒരു വിഷയം മാത്രം എടുക്കുക. പണ്ട് മുതൽ നടന്ന ഒരു കാര്യം എടുക്കരുത്. ഈ ചർച്ചയുടെ ആങ്കർ മഞ്ജുഷാണോ അദ്ദേഹമാണോ? അദ്ദേഹം ഡിസ്റ്റർബ് ചെയ്യണം, മനസ്സിലാവുന്നില്ല. താങ്കൾ ഡിസ്റ്റർബ് ചെയ്തു, താങ്കൾക്ക് ഉപചോദ്യങ്ങൾ ഉണ്ടാവാം, ഞങ്ങൾ അത് മറുപടിയും പറയാം. പക്ഷേ അതിന്റെ ഇടയിൽ കയറി അദ്ദേഹം സംസാരിക്കുന്നത് താങ്കൾ പറയാനുണ്ട്. സിബിയോട് ഒരു കാര്യം പറയാനുണ്ട്. സിബിയോട് പറയാനുള്ളത്, സിബി ഇവിടെ മോദി ചെയ്ത നല്ല കാര്യങ്ങൾ മറച്ചു വയ്ക്കുകയും മോദി ചെയ്ത ദൂഷ്യങ്ങളിൽ 1-2 മാത്രം എടുത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ആ അപാകതകൾ മാത്രം എടുത്ത് പറയുന്നതിലാണ് കുഴപ്പം. ഞാൻ അതുകൊണ്ടാണ് മറ്റു എക്സാമ്പിൾ പറഞ്ഞത്. നമ്മുടെ നിലവിലെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. അതുകൊണ്ട് മറ്റൊരു ഇഷ്യൂ എടുക്കണ്ടേ? ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം, നമുക്കിപ്പോൾ ഈ പ്രശ്നം കൺസ്യൂമർ കോർട്ടിലാണ് പോകണ്ടേ. ആ കൺസ്യൂമർ കോർട്ടിൽ പോയാൽ അത് എത്ര പെൻഡിങ് വരുന്നു? ഇത് തീർക്കാൻ നമ്മൾ വല്ലതും ചെയ്യുന്നുണ്ട്. ഒരു കാര്യത്തിന് മറുപടി പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല. കാരണം സിബി പറഞ്ഞിട്ടും നന്ദു അതിനെ എതിർക്കുകയായിരുന്നു. എന്തുകൊണ്ട് നിതിൻ ഗഡ്കരിയെ ടാർഗറ്റ് ചെയ്യുന്നുവെന്ന് അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? പെട്രോളിയം മന്ത്രാലയമാണ് പോളിസി ഡിസിഷനിൽ മുന്നിട്ട് നിൽക്കുന്നത്. അതിനിടയിൽ ഈ ഉപരിതല ഗതാഗത വകുപ്പിന്റെ ചുമതലയുള്ള നിതിൻ ഗഡ്കരി എങ്ങനെ ഈ ചിത്രത്തിലേക്ക് വരുന്നു എന്നുള്ള ചോദ്യമാണ്. അല്ല, നിതിൻ ഗഡ്കരി അഭിപ്രായം പറയുന്നത് കൊണ്ടാണ്, ഇതിനെ വളരെ സ്ട്രോങ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ആൾക്കാർ വിമർശിക്കുന്നത്. എനിക്ക് ഗഡ്കരിയോടോ ഹർദീപ് സിംഗ് പുരിയോടോ എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിതെല്ലാം ഒരു പോളിസി ബേസ്ഡ് സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഗഡ്കരി പണ്ട് മുതൽ തന്നെ എന്താ പറയാവുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ ഇവാഞ്ചലിസ്റ്റ് എന്നൊക്കെ പറയാവുന്ന ആൾക്കാരാണ്. അദ്ദേഹത്തിന്റെ എത്രയോ പ്രസംഗങ്ങളുണ്ട്. എത്തനോളിന്റെ യൂസ് പ്രൊമോട്ട് ചെയ്യണം, ഹൈഡ്രജന്റെ ഫ്യൂവൽ പ്രൊമോട്ട് ചെയ്യണം, EV വാഹനങ്ങൾ പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിതിനെ എസെൻഷ്യലി ഏതെങ്കിലും ഒരു വകുപ്പിന്റെ വിഷയമായിട്ട് കാണേണ്ടതില്ല. അതായത് ഫ്യൂവൽ സിസ്റ്റം മാനേജ് ചെയ്യുന്നത് പുരിയാണ് എങ്കിൽ വെഹിക്കിൾ സിസ്റ്റം മാനേജ് ചെയ്യുന്നത് ഗഡ്കരിയാണ്. അതുകൊണ്ട് തന്നെ രണ്ടാൾക്കാർക്കും അഭിപ്രായം പറയാം. അപ്പോൾ രണ്ടാൾക്കാരും അഭിപ്രായം പറയുന്ന സമയത്ത് ആനുപാതികമായിട്ടുള്ള വിമർശനം രണ്ടുപേർക്കും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരാൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, EJP പറയുന്ന ലക്ഷ്യം ഗഡ്കരിയാണ്, ഗഡ്കരിയുടെ രാജ്യമാണ്. അല്ല, അത് കാരണം ഹർദീപ് സിംഗ് പുരി പറയുന്നതിനേക്കാൾ കൂടുതൽ വോക്കലായിട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അത് മാത്രമല്ല ശ്രീത, ഈ ഒരു പോയിന്റ് കൂടെ നോക്കണ്ടേ. അതായത് ഗഡ്കരിയുടെ മകന്റെ കമ്പനി അതിലേക്ക് ഞാൻ വരാം. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നിഖിൽ ഗഡ്കരിയുടെ സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസിനെ പറ്റി പറഞ്ഞു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു മകൻ സാരംഗ് ഗഡ്കരിയുടെ മനസ് അഗ്രോ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുണ്ട്. റിപ്പോർട്ടുകളിലൊക്കെ ഇത് രണ്ടിന്റേതും ജോയിന്റ് ആയിട്ടാണ് വരുന്നത്. ഇവർ രണ്ടുപേരും ഇത്തരത്തിലുള്ള ബയോഫ്യൂവൽ അല്ലെങ്കിൽ എത്തനോൾ ഈ ബിസിനസ്സിലാണ് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണമുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആരോപണം ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളാണെങ്കിലും ഭരണത്തിലിരിക്കുന്ന സമയത്ത് അത് ഉണ്ടാകും എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പൊ അതിനെ മെറിറ്റിൽ അതിനെ പരിഗണിക്കുക, ആരോപണത്തിന്റെ സത്യസന്ധത എന്താണ്, നിജസ്ഥിതി എന്താണ് എന്നതിനെ കുറിച്ച് സർക്കാർ വിശദീകരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് ഒരു കാര്യം. അതിപ്പോൾ നിതിൻ ഗഡ്കരി കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. അത് അപകീർത്തിപരമാണെന്ന് കാട്ടി മാനനഷ്ട കേസിന് പോവുകയാണ്. അല്ല, അത് ഞാൻ പറഞ്ഞത് അത് രണ്ട് സൈഡും ഉണ്ടാവുമല്ലോ. ആരോപണം ഉണ്ടാകുന്നു, മറുഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഇത് പണ്ട് നമ്മൾ ജയ്ഷയുടെ കാര്യത്തിൽ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് ആ രീതിയിൽ ആരോപണമായിട്ട് വരട്ടെ, അവരിതിനെ തെളിയിക്കട്ടെ. അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനം, ലീഗൽ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. പക്ഷേ ശ്രീത, ഇവിടെ ഈ E20 ജനതാ പാർട്ടിയും ഇത്തരം ഒരു ആരോപണം ഗഡ്കരിക്കെതിരെ കൊണ്ടുവരുന്നത്, അദ്ദേഹത്തിന് നേരെ വിരൽ ചൂണ്ടുന്നത് ഈ ഒറ്റ സംഭവത്തിൽ പിടിച്ചാണ് കേട്ടോ. ഈ പറയുന്ന ഗഡ്കരിയുടെ കുടുംബത്തിന്റെ വരുമാന വളർച്ച ആണ്. എക്സാക്ട്ലി. അല്ല, ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ജയ്ഷയുടെ കമ്പനിക്ക് വളർച്ച ഉണ്ടായിരിക്കുന്നതിനെ കുറിച്ച് സമാനമായിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്ന വയറിനെതിരെയോ മറ്റോ ആണ് ഗഡ്കരി ഇദ്ദേഹം വലിയ കോമ്പൻസേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കേസിന് പോയത്. പിന്നീട് പല മാധ്യമങ്ങളും അദ്ദേഹത്തിനെ സമീപിച്ചിട്ട് അത് ഒത്തുതീർപ്പാക്കണമെന്ന് പറഞ്ഞപ്പോഴൊക്കെ അത് പറ്റില്ല എന്ന് പറഞ്ഞതൊക്കെ ജയ്ഷയാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ നടക്കട്ടെ, അതൊക്കെ പൊളിറ്റിക്കൽ സൈഡാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ആ പൊളിറ്റിക്കൽ സൈഡിനേക്കാൾ ഇതിലൊരു ജെനുവിൻ കൺസേൺ ഉണ്ട്, അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇതിന്റെ പൊളിറ്റിക്കൽ സൈഡ് അല്ല. കാരണം
ഗഡ്കരിയുടെ പോളിസി അല്ലെങ്കിൽ ഗഡ്കരി ഇവിടെ നടത്തിയിരിക്കുന്ന പല കണക്കുകളുണ്ട്. ഇപ്പോൾ ഒരു ദിവസം എത്രത്തോളം വർക്കാണ് നമ്മുടെ നാഷണൽ ഹൈവേയുടെ കംപ്ലീറ്റ് ചെയ്യുന്നത്, അത് ഇന്ത്യയിലുള്ള മറ്റ് എല്ലാ റോഡ് മിനിസ്റ്റേഴ്സിനേക്കാളും കൂടുതലായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന അദ്ദേഹമാണ്. പരാതികൾ കുറവായിട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെതാണ്. ഇതൊക്കെ പോയിന്റ് ടേക്കൺ. പക്ഷെ ഞാൻ പറയുന്നത് ഇത്ര അടിയന്തരമായിട്ട് സർക്കാരിന്റെ നേരത്തെ തന്നെയുള്ള ഒരു പ്ലാനിനെ റോൾ ബാക്ക് ചെയ്തുകൊണ്ട് അടിയന്തരമായിട്ട് ഇത് നടപ്പാക്കാനുള്ള അടിയന്തര സാഹചര്യം എന്താണ് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിപ്പോൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമല്ല, വൺ ഓഫ് പ്രശ്നമല്ല, പഴയ ഡിമോണിറ്റൈസേഷൻ മുതൽ നിലനിൽക്കുന്ന 10 വർഷത്തിലേറെയായിട്ട് BJPക്കുള്ള ഒരു സ്ഥായിയായിട്ടുള്ള പ്രശ്നമാണ്. ഒന്ന്. രണ്ട്, നേരത്തെ നന്ദു ഇവിടെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു വാഹനങ്ങളുടെ പാർട്സിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന രീതിയിലത്തേക്കുള്ള പഠനങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്ന്. പക്ഷേ അത് മാത്രം പോരാ. കാരണം നമ്മുടെ നാട്ടിൽ ഒരു വെഹിക്കിൾ E5 കംപ്ലൈന്റ് ആണ്, E10 കംപ്ലൈന്റ് ആണ്, E20 കംപ്ലൈന്റ് ആണ് എന്നതുമായി ബന്ധപ്പെട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. അതല്ലാതെ ഏതെങ്കിലും ഒരു പഠനത്തിൽ വന്ന് ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് അത് സൂപ്പർസീഡ് ചെയ്യില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. എന്താണ് ഒരു വെഹിക്കിൾ E20 കംപ്ലൈന്റ് ആവുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ നോക്കണം. കാരണം രാജ്യത്തെ എല്ലാ വെഹിക്കിളും E20 കംപ്ലൈന്റ് അല്ല. അതിന് വ്യക്തമായ കാരണമുണ്ട്. E20 കംപ്ലൈന്റ് ആണ് എന്ന് പറയുമ്പോൾ ഈ 20% എത്തനോൾ ഈ ഫ്യൂവലിൽ മിക്സ് ചെയ്ത് നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ വാഹനത്തിന്റെ പെർഫോമൻസിനോ എമിഷൻ കംപ്ലൈൻസിനോ ഒരു കുഴപ്പവുമില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇത് നിങ്ങളുടെ ഫ്യൂവൽ സിസ്റ്റത്തിനെയോ എഞ്ചിനെയോ ഡാമേജ് ചെയ്യില്ല എന്നുള്ള ഒരു ഓതന്റിക് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ട്. അടുത്തത് അതിന്റെ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിന്റെ കാലിബ്രേഷൻ ഉണ്ട്. അതിന് പല ഫാക്ടർ ഉണ്ട്. ഉദാഹരണത്തിന് ഇഞ്ചക്ഷൻ ടൈമിംഗ്, എയർ ഫ്യൂവൽ റേഷ്യോ, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാനുഫാക്ചറർ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഈ എഞ്ചിൻ പെർഫോം ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ഓതന്റിസിറ്റി സ്റ്റാമ്പിംഗ് ഉണ്ട്. പിന്നെ ഈ എത്തനോൾ എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, അത് ഹൈഗ്രോസ്കോപ്പിക് ആണ്. അതായത് പെട്ടെന്ന് അത് മോയ്സ്ചർ അട്രാക്ട് ചെയ്യും. അപ്പോൾ മോയ്സ്ചർ അട്രാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് കൊറോഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ കൊറോഷൻ ഉണ്ടായിട്ട് ഒരു വാഹനത്തിന്റെ ഫ്യൂവൽ ലൈന്, അതിന്റെ ഹോസ്, ഗാസ്കറ്റ്, സീല്, ഓറിങ്, പിന്നെന്താ പറയുക, ഇപ്പോൾ ഫ്യൂവൽ പമ്പ്, ഇൻജക്ടേഴ്സ്, ഇലാസ്റ്റോമർ, ഇങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട് കൊറോഷന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കൊറോഷൻ ഉണ്ടാവില്ല എന്നുള്ളത് കമ്പനിയുടെ ഒരു ഓതന്റിക് ആയിട്ടുള്ള ഒരു ഗ്യാരണ്ടിയാണ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വെഹിക്കിൾ എമിഷൻ കംപ്ലൈൻസ് ഇത്രയാണ് എന്ന് പറയുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഓതന്റിക് ആയിട്ടുള്ള സ്റ്റഡി നടത്തി അത് ഗവൺമെന്റ് അപ്രൂവ് ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. അതല്ലാതെ പാരലായിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും നടത്തുന്ന ഒരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലല്ല അത് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് E20 ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വെഹിക്കിളിന്റെ കാര്യത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് മാനുഫാക്ചറെ കോൺടാക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫ്യൂവൽ ലിഡ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ പെട്രോൾ അടിക്കാം എന്നതിൽ എഴുതിയിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് E5 ആൻഡ് E10 എന്നാണ്, E20 ഇല്ല. അതുകൊണ്ടാണ് ഞാൻ മാനുഫാക്ചറോട് ചോദിച്ചത് ഇതിൽ എഴുതിയിട്ടില്ലാത്തത് കൊണ്ട് ഇതിൽ E20 അടിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് E20ക്കും കോമ്പാറ്റബിൾ ആയിട്ടാണ് ഞങ്ങൾ ഈ വാഹനം ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതിന്റെ എഞ്ചിനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഫ്യൂവൽ പമ്പ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഞങ്ങളത് എഴുതാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വാഹനം മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് E20 പെട്രോൾ വൈഡായിട്ട് ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ആ ഒരു കംപ്ലൈൻസ് കാണിക്കേണ്ടിയിരുന്നില്ല. എന്ന് വെച്ചാൽ കംപ്ലൈൻസ് ഉണ്ട്, അത് കാണിക്കുന്നില്ല എന്നതുപോലെയല്ല കംപ്ലൈൻസ് ഇല്ല പക്ഷേ കംപ്ലൈൻസ് ഉണ്ട് എന്ന് ഏതെങ്കിലും ഒരു പഠനത്തിന്റെ പേരിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്? വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. അതാണ് ഗവൺമെന്റ് നടപ്പാക്കുന്നുണ്ടെങ്കിൽ നടപ്പാക്കേണ്ട അതാണ്. ഒന്ന്, ഈ ഒരു മാറ്റത്തിന് വരുന്ന ഒരു കൃത്യമായിട്ടുള്ള ട്രാൻസിഷൻ വിൻഡോ സർക്കാർ ഇനിയെങ്കിലും നൽകണം. അത്രയും കാലം മറ്റുള്ള രാജ്യങ്ങളിൽ അമേരിക്കയിലും മറ്റും ഉപയോഗിച്ചതുപോലെ നിങ്ങൾക്ക് പ്യുവർ പെട്രോൾ ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ ലോവർ എത്തനോൾ മിക്സ് ഉപയോഗിക്കുന്നതിനുള്ള ചോയ്സ് നൽകണം. അത് പെട്ടെന്നാവരുത്. അടുത്തത്, ബ്ലെൻഡഡ് പെട്രോളിന് നേരത്തെ തന്നെ സർക്കാർ അല്ലെങ്കിൽ നീതി ആയോഗ് പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള വിലക്കുറവ് നൽകണം. ഇതുമായി ബന്ധപ്പെട്ട് കമ്പനികളോട് സർക്കുലർ ഇറക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടണം. അത് കേവലം എഞ്ചിന്റെ കംപ്ലൈൻസ് അല്ല, അതുകൊണ്ട് വാറണ്ടി പ്രശ്നം ഉണ്ടാവുന്നില്ല, ഇൻഷുറൻസിന് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള തടസ്സം ഉണ്ടാവില്ല എന്നതുമായി ബന്ധപ്പെട്ട് ബയറിന് ഒരു അഷ്വറൻസ് ഉണ്ടാകണം. ഇംപ്ലിമെന്റേഷന് മുമ്പ് ചർച്ചകൾ ഇനിയെങ്കിലും ഉണ്ടാകണം. ആർക്കെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികൾ പറയാനായിട്ട് അനുവദിക്കണം. ഇതൊക്കെ ഒരു ആഫ്റ്റർ തോട്ട് അല്ല. അതായത് കർഷക സമരവുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു ചെയ്തിരുന്നത്? വലിയ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ സർക്കാർ ഒരു ടീമിനെ ഫോം ചെയ്യുന്നു, എന്നിട്ട് കർഷക സംഘടനകളോട് സംസാരിക്കുന്നു. അങ്ങനെയല്ല, ഇത് നേരത്തെ നടക്കേണ്ടതാണ്. അതേപോലെ ഇനിയെങ്കിലും അതിനെ റോൾ ബാക്ക് ചെയ്തതിനു ശേഷം അതിലേക്ക് പോവുക. ഒന്ന്. അടുത്തത്, ഈ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ആധികാരികമായിട്ടുള്ള പഠനങ്ങൾ എന്താണ്, കൂടുതൽ പഠനങ്ങൾ കമ്മീഷൻ ചെയ്യുക, എന്നിട്ട് അതിന്റെ എല്ലാം കൂടെ റിസൾട്ട് നമ്മൾ സിന്തസൈസ് ചെയ്തെടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ISROയുടെ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് വരെ എത്ര മൈലേജ് കിട്ടുമെന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ തമാശ പരസ്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള ഒരു ഇന്ത്യക്കാരനോട് നീ എന്തിന് മൈലേജ് ട്രേഡ് ഓഫ് ചെയ്യണം എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പറയാൻ കഴിയണം. നമ്മുടെ നാട്ടിൽ ആൾക്കാർ ഈ തകരപ്പാട്ട പോലെയുള്ള വില കുറഞ്ഞ കാറുകൾ വാങ്ങുന്നത് എന്തിനാ? മൈലേജിന്റെ അടിസ്ഥാനത്തിലാണ്, സേഫ്റ്റി നോക്കിയിട്ടല്ല. ഞാൻ പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ മാറിയിട്ടില്ല. നേരത്തെ ഇവിടെ പറഞ്ഞു, നമ്മളിപ്പോൾ വാഹനം റോഡിൽ കൂടെ പോകുന്ന സമയത്ത് എത്രയോ കുണ്ടും കുഴിയിലും വീണിട്ട് എന്തൊക്കെ പ്രശ്നവും ആക്സിഡന്റും ഉണ്ടാകുന്നുണ്ട്. അതല്ലേ എഥനോളിനേക്കാൾ ഗ്രേറ്റർ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആണ്.
പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള വാഹനങ്ങൾ തകരപ്പാട്ട തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സോപ്പ് വെട്ടി ചളുങ്ങുന്നത് പോലെ ചളുങ്ങുന്ന വാഹനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഈ കൊളിഷൻ കാര്യത്തിലെ റേറ്റിംഗ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇപ്പോഴും അപ്രൂവൽ കൊടുക്കുന്ന ഒരു രാജ്യത്ത് ആൾക്കാരോട് മൈലേജ് വലിയ ഹൈ പ്രയോറിറ്റി ആയിട്ട് പറയുന്ന ആൾക്കാരോട് നമ്മൾ എന്ത് പറയണം? ചുരുങ്ങിയത് നീ എന്തിനത് ട്രേഡ് ഓഫ് ചെയ്യണം എന്നുള്ളത് പറയണം. അടുത്തത് സ്പെയർ പാർട്സിന് ഈ ആവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞു ഇപ്പോൾ ഫ്യൂവൽ ലൈനുമായി ബന്ധപ്പെട്ട ഫ്യൂവൽ പമ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട് എങ്കിൽ നാളെയും കുറെ കാലത്തേക്ക് പ്രൊലോങ്ഡ് ആയിട്ട് വാഹനത്തിന് ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിൽ അത് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് എങ്കിലും കൊടുക്കണം. കാരണം എനിക്ക് ഫ്യൂവൽ ലൈനിന്റെയോ ഹോസിന്റെയോ ഗ്യാസ്കറ്റിന്റെയോ ഫ്യൂവൽ പമ്പിന്റെയോ പ്രശ്നം വരുന്നത് എന്റെ കുഴപ്പം കൊണ്ടല്ല, സർക്കാരിന്റെ ഒരു പോളിസി കൊണ്ടാണ്. എന്ന് വെച്ചാൽ അതിലൊരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി സർക്കാരിന് ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളെങ്കിലും ചെയ്തതിന് ശേഷം മറ്റു രാജ്യങ്ങൾ 50 കൊല്ലം കൊണ്ട് നടത്തിയിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് 2-3 കൊല്ലം പെട്ടെന്ന് തന്നെ നടപ്പാക്കുവാനുള്ള സർക്കാരിന്റെ നീക്കം വിജയിക്കണമെങ്കിൽ ഇങ്ങനെ വേണം. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇത് ഉണ്ടായിട്ടില്ല എന്നാണ്. സിബി, ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം പെട്ടെന്ന് തീർക്കണം. ശ്രീ എം എസ് വേണുഗോപാൽ പറഞ്ഞ കാര്യം പല കാര്യങ്ങളും ഹൈലൈറ്റ് ചെയ്യുന്നില്ല, എന്നിട്ട് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരുന്നത് ഈ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണെന്ന്. അദ്ദേഹം പേടിക്കണ്ട, ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട്. അപ്പം അത് ബാക്കിയുള്ളത് പിന്നാലെ വന്നോളും. എനിക്ക് ശ്രീത്ത് പറഞ്ഞ 2 പോയിന്റിനായിട്ട് ഒരു അഭിപ്രായമുണ്ട്. ഒന്നെന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് സിയാൻ ഈ പറഞ്ഞതുപോലെ എഥനോള് ചെയ്യുന്നതായിട്ടൊരു ആരോപണമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, സിയാൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടൊരു ലിസ്റ്റഡ് കമ്പനിയാണ്. അത് എന്തൊക്കെ പ്രോഡക്റ്റ് ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, എത്ര റവന്യൂ ഉണ്ട്, ഇതെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. എല്ലാ വിവരങ്ങളും പബ്ലിക് ഇൻഫർമേഷൻ ആണ്. നേരത്തെ ജയ്ഷായുടെ കേസിൽ 8 കോടിയിൽ നിന്ന് 81 കോടി എത്തിയെന്നായിരുന്നു ആരോപണമെങ്കിൽ ഇപ്പം നമ്മള് നിതിൻ ഗഡ്കരിയുടെ കേസിൽ 17 കോടിയിൽ നിന്ന് 2300 കോടി എത്തിയെന്നാണ്. അതൊരു കൊച്ചു കളിയല്ല. 8 കോടിയിൽ നിന്ന് 81 കോടി എത്തിയതുപോലെ അല്ല 17 കോടിയിൽ നിന്ന് 2300 കോടി എത്തുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ്. ഇനി മൂന്നാമത് ഒരൊറ്റ പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ശ്രീജിത്ത് പറഞ്ഞൊരു കാര്യത്തോട് ഞാൻ പൂർണ്ണമായിട്ടും അനുകൂലിച്ചുകൊണ്ട് തന്നെ പറയുന്നു. അതായത് ഡിമോണിറ്റൈസേഷൻ വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞ് ജനത്തിനെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞില്ല, അല്ലെ സർക്കാർ തയ്യാറായില്ല. 2, ഈ പറഞ്ഞ എഥനോള്, ഇതുപോലെ ഓരോന്ന് നീറ്റ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും സർക്കാർ ജനങ്ങളോട് സംസാരിച്ചില്ല, സമ്മതിച്ചില്ല, കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് എല്ലാ സർക്കാരുകളും സമ്മതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? ഇവിടെ മാത്രം വന്നത് എന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണ് ഈ സർക്കാരിന് മാത്രം വന്നത്? മുൻപത്തെ സർക്കാരിന് ബാധ്യതയില്ലേ? അതുകൂടെ പറയണ്ടേ? ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ സാറേ. ഇത് എന്തുകൊണ്ട് കഴിഞ്ഞ 12 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്ന് വെച്ചാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ. അതിന്റെ പേരാണ് സ്വേച്ഛാധിപത്യം. ഞങ്ങൾക്ക് നിങ്ങളോടൊന്നും പറയാൻ യാതൊരു ബാധ്യതയുമില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ നടപ്പിലാക്കും. ഈ പറയുന്ന വാക്കിന്റെ പേരാണ് സ്വേച്ഛാധിപത്യം. ഈ സ്വേച്ഛാധിപത്യത്തിനെതിരെയാണ് അതുപോലെ തന്നെ ഈ പറയുന്ന കൽക്കരി കുംഭകോണം നടത്തിയപ്പോൾ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ്. ജനങ്ങളോട് രാവിലെ ഇന്ദിരാഗാന്ധി വിളിച്ച് ചോദിച്ചിട്ടാണല്ലോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. വല്ലതും വന്നിരുന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് എന്തും പറഞ്ഞിട്ട് പോകാമെന്ന് കരുതില്ലേ? ഈ പറയുന്ന താങ്കളുടെ രാഷ്ട്രീയം പറയും. താങ്കൾ എല്ലാ കാര്യങ്ങളും PM ഡയറക്റ്റ് എടുക്കുന്ന ആളല്ലേ? അതായത് ഗഡ്കരിയെ മാറ്റാൻ തീരുമാനിച്ച കാര്യം ഉൾപ്പെടെ ഡയറക്റ്റ് കിട്ടുന്ന ഒരാൾക്ക് താങ്കൾക്ക് ഈ കാര്യങ്ങൾ കിട്ടിയതാണോ? എന്ത് മണ്ടത്തരമാണ് ചർച്ചയിൽ താങ്കൾക്ക് ഒരു ബോധ്യം ഉണ്ടാവട്ടെ. താങ്കൾ ഏത് വിഷയത്തിലാണ് സംസാരിക്കുന്നത്? എന്താണ് ആ വിഷയത്തിന്റെ ക്രക്സ്? ആ ക്രക്സിലേക്കല്ല വരുന്നത്. രാഷ്ട്രീയമായി കുറെ കാര്യങ്ങൾ പറയുക, എന്നിട്ട് അതിന് രാഷ്ട്രീയമായിട്ട് കുറെ ചിത്രങ്ങൾ കൊടുക്കുക, എന്നിട്ട് ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ വന്നിരുന്നിട്ട് അങ്ങനെ അത് അങ്ങനെയാണ് സ്വേച്ഛാധിപത്യമാണ്. താങ്കൾ പറയും ഒരു സ്വേച്ഛാധിപത്യ നിലപാട് പറയും. ഇന്ത്യയിലെ ചെറുപ്പക്കാരെ അംഗീകരിച്ചതുപോലെ ഒരു സ്വേച്ഛാധിപത്യ നിലപാട് ഇന്ത്യയിൽ ഈ പറഞ്ഞ 12 വർഷത്തിനുള്ളിൽ നടന്നിട്ടുണ്ടോ? ഇന്ത്യയിലെ മാധ്യമങ്ങളെ അടക്കം, ഇന്ത്യയിലെ ജനാധിപത്യവാദികളെ അടക്കം, ഇന്ത്യയിലെ എതിർ ശബ്ദങ്ങളെ എല്ലാം നിശ്ചലപ്പെടുത്താൻ വേണ്ടിയിട്ട് നടന്നിട്ടുള്ള അടിയന്തരാവസ്ഥ പോലെയുള്ള പദ്ധതികൾ ഈ പറഞ്ഞ 12 വർഷത്തിനിടയിൽ നടന്നിട്ടുണ്ടോ? ഇതൊന്നും നടന്നില്ല. നിങ്ങളെ പോലെയുള്ള ആളുകളുടെ പ്രശ്നം എന്താ അറിയോ? നിങ്ങൾക്ക് കഴിഞ്ഞ 2014 മുൻപ് വരെ ഇവിടെ അഴിമതിയും സ്വജനപക്ഷപാതവും മാത്രമായിരുന്നെങ്കിൽ ഇന്ന് രാജ്യം മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്കത് കാണുമോ? വല്ലാത്ത പ്രശ്നമാണ്. രാജ്യം മുന്നോട്ട് പോകാൻ പാടില്ല, ഇൻഫ്രാസ്ട്രക്ചർ വികസനം നടക്കാൻ പാടില്ല, ഈ രാജ്യത്തിന്റെ എഡ്യൂക്കേഷൻ പോളിസികൾ മുന്നോട്ട് പോകാൻ പാടില്ല. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹാലിളക്കം ഉണ്ടല്ലോ, ആ ഹാലിളക്കത്തിന് മരുന്ന് വരാൻ സർക്കാർ നിർവാഹമില്ല. അതിന് ജനങ്ങൾ മരുന്ന് ആ ജനങ്ങളുടെ വരുന്നതല്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞാൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാൻ തയ്യാറായി തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഞാൻ ആദ്യത്തെ മിനിറ്റ് കൊണ്ട് പറയുന്നുണ്ടല്ലോ ആ കാര്യം. അപ്പൊ
അദ്ദേഹം പറയുന്നത് അദ്ദേഹം പൊളിറ്റിസൈസ് ചെയ്യുകയാണ്. അദ്ദേഹം മോദിയുടെ ഭരണം സ്വേച്ഛാധിപത്യമാണെന്ന് പറയുമ്പോൾ അതിനകത്ത് അദ്ദേഹം പറയേണ്ട കാര്യം എന്താണ് സ്വേച്ഛാധിപത്യം പറയാൻ നടന്നത്? ഏത് വിഷയത്തിലാണ് സ്വേച്ഛാധിപത്യം പറയാൻ നടന്നത്? ഏത് വിഷയത്തിലാണ് ഈ പറഞ്ഞ നിലപാടുണ്ടായത്? ഒരു വിഷയത്തിലും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പറയാം, നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. അപ്പൊ വന്നിരുന്ന് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ടിരുന്ന് വായിൽ വരുന്നത് എല്ലാം പറഞ്ഞു പോകാമെന്ന് കരുതിയാൽ അങ്ങനെ പറഞ്ഞു പോകാൻ അനുവദിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ 12 വർഷം കൊണ്ട് രാജ്യത്തുണ്ടായിട്ടുള്ള മുന്നേറ്റം, രാജ്യത്തിന്റെ റിഫോമൽ നിലപാടുകൾ, ആ നിലപാടുകളെല്ലാം ആകെ അങ്ങ് തള്ളിക്കളഞ്ഞുകൊണ്ട് രാജ്യത്തൊരു സ്വേച്ഛാധിപത്യ ഭരണമാണെന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയണം ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇദ്ദേഹത്തിനോട് വിളിച്ചു ചോദിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മുന്നിലുള്ള ആളുകളോട് വിളിച്ചു ചോദിച്ചിട്ടാണോ നടപ്പിലാക്കിയത്? അത് ഇവിടെ അനധികൃത വന്ധീകരണം നടന്നു. ആ വന്ധീകരണം നടത്തിയത് ഇദ്ദേഹത്തിനോട് ഇദ്ദേഹത്തിന്റെ പിന്നിലോട്ടുള്ള ആളുകളോട് വിളിച്ചു ചോദിച്ചിട്ടാണോ നടത്തിയത്? അപ്പൊ വരുന്നത് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ടൂളായി വന്നിരുന്ന് പൊളിറ്റിക്കൽ നാവ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വിഷയത്തിനെ തന്നെ പൊളിറ്റിസൈസ് ചെയ്യുക പറഞ്ഞാൽ ഇവിടെയൊക്കെ ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഈ പ്രൈം ഡിബേറ്റിൽ ഇന്ന് ചോദ്യം ഇതായിരുന്നു, ഗഡ്കരി രാജിവെക്കേണ്ടി വരുമോ? രാജിവെക്കേണ്ടി വരുമെന്ന് 63% പ്രേക്ഷകർ, ഇല്ല എന്ന് 33%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.